Good afternoon, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. മഴയുണ്ടോ? ഇവിടെ കറണ്ടില്ല. ഗുഡ് ഈവനിങ്. നല്ല മഴയായിരുന്നു, കറണ്ടില്ല ഇവിടെ. മാം, ഞാൻ ഇതുവരെ തന്നു സെമിനാർ ചെയ്യാനും അസൈൻമെന്റ് ആയിട്ട് ചെയ്യാനും പറ്റുന്നവരുടെ ലിസ്റ്റ് ഇപ്പൊ 7:45 വരെ കിട്ടിയത് അയച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്ന ലിസ്റ്റ് ആരും ചെയ്ത് കണ്ടില്ല കേട്ടോ. ഓക്കെ, ഞാൻ നോക്കി സോർട്ട് ചെയ്തോളാം. പിന്നെ ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഓക്കെ ഫൈൻ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ഇന്ന് പ്രെയർ ആരെങ്കിലും ഉണ്ടോ? കുട്ടീസ് ആരെങ്കിലും റെഡിയാണ്? നമ്മൾ അങ്ങനെ പറഞ്ഞു പ്രെയർ സ്കിപ്പായി. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. ഞാൻ പ്രയർ ചൊല്ലാം മാം. ഓക്കെ, ആരായിരുന്നു? പേരെന്തായിരുന്നു? സജിത ടി. സജിതയാണോ എന്നോട് ആ ടോപ്പിക്? അമ്പിളി ഉണ്ടോ? അമ്പിളി നമ്മുടെ അമ്പിളി എടുത്തോട്ടെ മാം. അമ്പിളിക്ക് പേടിയാണ്, അപ്പൊ അത് ചെറിയ ടോപ്പിക് അല്ലേ, അപ്പൊ എടുത്തോട്ടെ ചോദിച്ചു. അപ്പൊ ഞാൻ ശരി പറഞ്ഞു. ഓക്കെ, അമ്പിളിന്ന് എടുക്കൂ. അമ്പിളി ഉണ്ടോ? വന്നോ? എടുക്കാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് ഈ ഇന്ന് തന്നെ എടുക്കുവാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ സജിത വേറെ ടോപ്പിക് കണ്ടുപിടിച്ചോ? ഇല്ല, ഇന്ന് അമ്പിളി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. അതാ ഞാൻ ചോദിച്ചു, അമ്പിളി ഉണ്ടോ? അമ്പിളി എടുക്കാൻ റെഡി ആയിട്ടില്ലെങ്കിൽ സജിതയ്ക്ക് ആ ചാൻസ് തരാന്ന് വിചാരിച്ചാ അമ്പിളി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. മഴയായത് കാരണം പലർക്കും ജോയിൻ ആവാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അമ്പിളിക്ക് ഒരു സിമ്പിൾ ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ അതങ്ങ് കഴിയും, കാരണം നെക്സ്റ്റ് ടോപ്പിക് അതായിരുന്നു. എനിവേ നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും അമ്പിളി ജോയിൻ ചെയ്യാൻ നോക്കാം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. താങ്ക് യു മാം. താങ്ക് യു മാം. നൈസ്. ഓക്കെ, ഇതിനിടയ്ക്ക് അമ്പിളി ജോയിൻ ചെയ്തില്ലല്ലോ. അമ്പിളി ഉണ്ടോ? അമ്പിളി ജോയിൻ ചെയ്തു. കുറച്ച് പേര് തിരക്കിലായിരുന്നു. അമ്പിളി ആ ടോപ്പിക് എടുക്കാൻ റെഡിയാണോ? ഞാന് എടുക്കാം. എനിക്ക് നല്ല പേടിയാ ടീച്ചറെ. ടീച്ചറെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താ പോരെ? ഒരു പോർഷനും കൂടി ഇല്ലേ നമുക്ക് എടുക്കാൻ? എടുക്കില്ലേ? അതറിയാനായിരുന്നു. എടുക്കാം. ഷെയർ ചെയ്യാം. പേടിക്കൊന്നും വേണ്ട, കാരണം
കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് ഈ പബ്ലിക് സ്പീക്കിംഗ് അത് നമ്മൾ ഈ സെമിനാർ ഇങ്ങനെ അവസരം കിട്ടുമ്പോഴൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് അത് നന്നായി വരും. പലരുടെയും നല്ലതാണ്, ബട്ട് ഒന്നോടെ നമ്മളൊന്ന് എന്താ പറയാ പാകപ്പെടും. ഊകി തെളിയാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതല്ല, ഒറ്റയ്ക്കൊക്കെ ആരുടെടുത്തേലൊക്കെ സംസാരിക്കുമ്പോൾ നല്ലോണം കിട്ടും. ഇങ്ങനെ ഒരു ഫീൽഡിലാകുമ്പോഴേ ഒന്നും കിട്ടാത്ത മാതിരിയാണ്, തൊണ്ടയില് കുരുങ്ങിയ മാതിരിയാണ് സൗണ്ട്. കാരണം നമ്മളൊരു ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം, റോൾസ് ഓഫ് ടീച്ചർ എന്നും പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്കൂളിലൊക്കെ ജോബ് ആകുമ്പോഴേക്കും പല റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ പാരന്റ്സിനെ മീറ്റിങ്ങിന്റെ പാരന്റ്സിനെ അഡ്രസ് ചെയ്യേണ്ടവരും, താങ്ക് യു പറയേണ്ടവരും, വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടവരും, വെൽക്കം ചെയ്യേണ്ടവരും, അതൊക്കെ നമ്മളുടെ ആ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമ്മൾ പലതും ചെയ്യണം. പിന്നെ ഒരു എക്സ്കർഷന് പോകുമ്പോൾ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യണം, അവരോട് സംസാരിക്കണം, പാരന്റ്സിനോട് സംസാരിക്കണം. സോ ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോം. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് പേടിച്ചേക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യണ്ടേ. അപ്പം ഇതൊക്കെ ഒരു ചാൻസ് ആണ്, അതൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത് തന്നെയാണോ നമ്മൾ ആയത്? ഇന്നലെ കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോ എവിടെയാണെന്നൊരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ. റിലേഷൻസ് തന്നെയല്ലേ പറഞ്ഞു? മാം ലേണർ ടു ലേണർ റിലേഷൻ വരെയാ പഠിപ്പിച്ചത്. ലേണർ ടു ലേണർ റിലേഷൻ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അഡോളസൻ സമയത്ത് ഭയങ്കര. ആ സമയത്ത് എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കുന്നു, ഫ്രണ്ട്സ് അങ്ങനെ പറയുന്നു, അങ്ങനെ അതുണ്ട്. പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മള് പറഞ്ഞിരുന്നു നമ്മളുടെ ഒരു ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും നോക്കുവാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ, നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കും അല്ലെ. നമ്മളുടെ ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കും. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. ആ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ വീട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി വീട്ടിൽ കുക്ക് ചെയ്യുന്നത് കഴിക്കുന്നു, അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്റെ ന്യൂട്രിയൻസ് നമ്മളുടെ എൻവയോൺമെന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സുഖകരമല്ലാത്ത എൻവയോൺമെന്റ്, മാൽ ന്യൂട്രീഷൻ ആണ് കിട്ടുന്നതെങ്കിൽ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഡൗൺ ആയിപ്പോകും. അത് ഡെവലപ്മെന്റിനെ ബാധിക്കും. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മെന്റലി, ഫിസിക്കലി, കോഗ്നേറ്റീവ്ലി അങ്ങനെ പല രീതിയിലും അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ലാംഗ്വേജ്, കുട്ടികൾ ജനിച്ചു വരുന്നതേ അവര് അബ്യൂസീവ് വേർഡ്സ് പറയുന്നില്ല അല്ലെ, കുറെ കഴിയുമ്പോഴാണ് അവരതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ലാംഗ്വേജ് എല്ലാം അവർ ചുറ്റുപാടിൽ നിന്നും അവർ കേൾക്കുന്നതാണ്, മൂവീസിൽ കേൾക്കുന്നു. പണ്ട് മൂവീസിൽ യൂസ് ചെയ്യില്ലായിരുന്നു, പിന്നീട് അതൊരു ബീപ്പ് സൗണ്ടായി മാറി, ഇപ്പൊ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു. അല്ല, നമ്മളുടെ മീഡിയാസിന്റെ ആ ഒരു കൾച്ചർ തന്നെ മാറി വരുവാണ്. കുട്ടികൾ അതൊക്കെ തന്നെ കേൾക്കുന്നു, പഠിക്കുന്നു. വീട്ടിലോ വീടിന്റെ പരിസരത്തോ അങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്ന കേൾക്കുമ്പോൾ അവരത് ഒരു ക്യൂരിയോസിറ്റിയാണ്, ആ വാക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി അത് ഭയങ്കരമാണ്. പിന്നെ കുട്ടികളുടെ ചാറ്റ് ലാംഗ്വേജിൽ ഞാൻ പോകുന്ന സ്കൂളില് അങ്ങനെ കുട്ടികൾ ചാറ്റ് ലാംഗ്വേജ് ആണ് അവർക്ക് കൂടുതലും. അവര് ചാറ്റ് ചെയ്യുമ്പോഴും, അതായത് ഈ ഗാഡ്ജറ്റ്സ് വഴി ചാറ്റ് ചെയ്യുമ്പോഴും അല്ലാതെ അവര് സംസാരിക്കുമ്പോഴും പണ്ടുള്ള നമ്മളെ പോലെയല്ല. നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ടിനെ എടി എന്നൊക്കെ വിളിക്കുന്ന പോലെയാണ് അവര് കോമൺ ആയിട്ട് ആ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അത് ദേഷ്യം എന്ന് പറയണല്ല, അവര് സ്നേഹത്തോടെ ഉപയോഗിക്കുന്നതും ആ വേർഡ് തന്നെയാണ്. അപ്പൊ അതൊക്കെയാണ് ആ ഓരോ ജനറേഷൻ കഴിയുന്നോറും ആ റിലേഷൻഷിപ്പിൽ വരുന്ന ഓരോ വ്യത്യാസങ്ങൾ. ഓക്കെ, പിന്നെ പണ്ടത്തെ ഒരു രീതിയൊക്കെ ഇപ്പൊ ഉണ്ടോ എന്നൊക്കെ സംശയം തന്നെയാണ്. ആ ഒരു സെക്യൂർ ഫീലിംഗ് നമുക്ക് ചില ഗ്രൂപ്പുകളിൽ തോന്നുമായിരുന്നു. നമ്മളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് സെക്യൂർ ഫീലിംഗ് തോന്നുമായിരുന്നു. വർഷങ്ങളോളം നിലനിൽക്കുന്ന ബന്ധങ്ങളുണ്ട്. ഈ കുട്ടികൾ തമ്മിൽ ഫ്രണ്ട്സായി നല്ല ഫ്രണ്ട്സ് ആകുന്നത് പിന്നെ പാരന്റ്സ് തമ്മിൽ കണക്റ്റഡ് ആയി അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടുള്ള ആ രീതിയുണ്ട്.
പക്ഷെ ഇപ്പോഴൊക്കെ വളരെ ചുരുക്കമാണ് അങ്ങനെ കാണുന്നത്. അപ്പൊ ലേണർ റിലേഷൻസ് ഇവരുടെ സോഷ്യൽ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനും അവർ പല സോഷ്യൽ ക്വാളിറ്റീസും ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, ഇൻഫ്ലുവൻസസ് ആൻഡ് ഇമ്പാക്ട് വളരെ അധികമാണ് പിയർ ഗ്രൂപ്പ്സ്. അതൊരു കുറെ കാലം വരെ, അതായത് നമ്മളൊരു ജോബിലേക്ക് പോകുന്ന അപ്പൊ ആ ഒരു ഫ്രണ്ടിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ചിലപ്പോൾ ആ ഒരു ഫ്രണ്ട് ആയിരിക്കും ഇവന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. നിനക്ക് ഇതായിരിക്കും നല്ലത്, നീ ഇതിൽ നല്ലപോലെ ഷൈൻ ചെയ്യും, അങ്ങനെ ഒരു ഫ്രണ്ട് വരും. അങ്ങനെയും പോകാറുണ്ട്. അങ്ങനെയും കുട്ടികൾക്ക് നല്ലൊരു മാറ്റങ്ങൾ വരാൻ. അപ്പൊ ഔട്ട്കംസ് പലപ്പോഴും ഈ രീതിയിലുള്ള ഇന്ററാക്ഷൻസിൽ നിന്ന് വരുന്ന റിസൾട്ട്, നല്ല റിസൾട്ടും വരാറുണ്ടെന്നാണ് പറയുന്നത്. ഈ ഗ്രൂപ്പ് ഡൈനാമിക്, അതാണ് പിയർ ഗ്രൂപ്പിന്റെ ആ ഒരു ഗ്രൂപ്പ്, ഒരു കേർട്ട് ലെവിൻ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, അദ്ദേഹം പറയുന്നുണ്ട് ഇതുപോലുള്ള ഗ്രൂപ്പ് ഡൈനാമിക്സ് ഡെവലപ്മെന്റിലേക്ക് പോകും. അതായത് കുട്ടികൾ പല മാറ്റങ്ങളും വരും. ആ ഒരു മൂവ്മെന്റ് ഗ്രൂപ്പ് അറ്റ്മോസ്ഫിയറിന്റെ ഒരു നല്ലൊരു റിസൾട്ട് വരുന്നാണ് പറയുന്നത്. വെച്ചിട്ടില്ലല്ലേ? ഓക്കെ, നമുക്ക് നമ്മളുടെ കാലഘട്ടവും ഓർമ്മ വരും. ലേണർ റിലേഷൻഷിപ്പില് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സ് അതും നമ്മൾക്ക് മനസ്സിലാകും അല്ലെ. ഈ രണ്ട് കാലഘട്ടങ്ങളും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈവൻ കമ്പൈൻ സ്റ്റഡി നടത്തുന്നത് അവരുടെ ഈ പിയർ ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. ഒരേപോലെ വൈബ് വരുന്നത് നമ്മൾ ഇവിടെയും പറഞ്ഞു. നിങ്ങളും നിങ്ങളുടെ ഇപ്പോ ഈ ഒരു കോഴ്സ് ചെയ്യുന്നു, ലേണർ റിലേഷൻഷിപ്സ് ഉണ്ട്, അവിടെ തന്നെ ഗ്രൂപ്പ്സും ഉണ്ടാകും. ഒരേപോലെ ഒരേ തൂവൽ പക്ഷികൾ ചേർന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും. പറഞ്ഞു, അത് ഡസന്റ് മീൻ ദാറ്റ് മറ്റു ഗ്രൂപ്പുമായിട്ട് കോൺഫ്ലിക്റ്റ് എന്നല്ല. ബട്ട് ഒരേ ഒരു രീതി വരുമ്പോൾ അവരങ്ങ് ഗ്രൂപ്പ് ആവുന്നതാണ്. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. ബട്ട് ലാസ്റ്റ് ഫൈനലി പറയുമ്പോൾ വി ഗ്രൂപ്പ് എന്നുള്ളൊരു ഫീലും വരും. കോമൺ ആയിട്ട് ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കും അല്ലെ. സോ അതൊക്കെയാണ്, ഇതെല്ലാം ആ ഒരു പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് വരുന്ന ഔട്ട്കംസ് ആണ്. നെക്സ്റ്റ്, ടീച്ചർ റിലേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഞാനുണ്ട്, അശ്വതി മിസ്സും ഉണ്ട്, MT4 ബാച്ച് ഒക്കെ വരുമ്പോഴേക്കും അപർണ മിസ്സും ഉണ്ട്, പിന്നെ MT5 ഒക്കെ വരുമ്പോ അപർണ മിസ്സും ഉണ്ട്, ആതിര മിസ്സും ഉണ്ട്, പിന്നെ അതുപോലെ ജോബ് സാർ ഉണ്ട്, ഇംഗ്ലീഷ് എടുക്കുന്ന അശ്വതി ടീച്ചറുണ്ട്. അപ്പൊ ഓരോ ബാച്ച് വരുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് വരും. ചിലപ്പോൾ ഒരാൾക്കൊരു എമർജൻസി വരുമ്പോൾ ആ ക്ലാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ ഒരു ടോപ്പിക് അതൊന്ന് എടുക്കാമോ, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ, അങ്ങനെ പിന്നെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വരും, പരസ്പരം അറിയിക്കുന്നു. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ടീച്ചർ റിലേഷൻസിലും വരും. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ ടീച്ചർക്കും അവരുടേതായ പൊട്ടൻഷ്യൽ ഉണ്ടല്ലേ. അപ്പൊ ചിലപ്പം ഒരു കാര്യം ഒരു ടീച്ചർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് അറിഞ്ഞ് അത് ഏറ്റെടുക്കുന്നതായിരിക്കണം മറ്റേ ടീച്ചർ. ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻ, ആ വർക്കിംഗ് റിലേഷൻഷിപ്പ്, ആ വർക്കിംഗ് എൻവയോൺമെന്റ് അത് വളരെ നല്ല രീതിയിൽ തന്നെ പോകും. ഒട്ടും ടഫ് ആയിരിക്കില്ല, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകും. അവിടെ വർക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൂടും അല്ലെ. കാരണം ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ എപ്പോഴും കിട്ടും. നമുക്കൊരു എമർജൻസി, ഒരു കുട്ടിക്ക് സുഖമില്ല അല്ലെങ്കിൽ നമുക്ക് സുഖമില്ല, ക്ലാസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ, അപ്പം നമ്മൾ തന്നെ ഫ്രം നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നിങ്ങൾക്ക് PG ക്ലാസ് പകലായിരിക്കും കേട്ടോ. വേറൊന്നുമല്ല, അശ്വതി മിസ്സിന്റെ നൈറ്റ് ക്ലാസ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ ഞങ്ങളൊന്ന് സജസ്റ്റ് ചെയ്തു, പകലാക്കാൻ പറഞ്ഞു. അതിൽ പല പല റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നൈറ്റ് ഞാൻ ഒരാൾ മാത്രമായിട്ട് ഒതുങ്ങും. അപ്പോ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, പെട്ടെന്ന് നമുക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പകരം എടുക്കാൻ ഒരു ടീച്ചർ വേണമല്ലോ, ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് പകലാക്കാണ്. ടൈം നമുക്കൊരു പ്രശ്നം തന്നെയാണ്. കാരണം 10:30 തുടങ്ങി 2:30 വരെയും പല പല ബാച്ചിന്റെ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ മിക്കവാറും 2:30 to 3:30 ആ ഒരു ടൈം ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ 3 ടീച്ചേഴ്സ് ചിലപ്പോൾ കാണും. ചിലപ്പോഴേ ഞാൻ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഞാൻ ഉണ്ടാവും. അശ്വതി മിസ്സും അപർണ മിസ്സും കൂടി ആയിരിക്കും ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. ചിലപ്പോൾ മാത്രമേ ഞാൻ ജോയിൻ ചെയ്യുള്ളൂ, ഇനി ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, സോ അതൊക്കെ അങ്ങനെ ചേഞ്ചസ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയോ എന്താ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കണം. ടീച്ചർ ലേണർ റിലേഷൻ വേണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സിന് പൊട്ടൻഷ്യൽ ഉണ്ടാകും. പിന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്കും മോറലി അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട്. ടൈം എപ്പോഴായിരിക്കും മാം? 2:30 ആയിരിക്കും. 2:30 to 3:30 ആയിരിക്കും. മാം
പറഞ്ഞു സിജി പറഞ്ഞു. സിജി കേൾക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് ചെയ്യുന്നത് 4 o'clock ആവുമ്പോഴേക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് ചെയ്യും. നമുക്ക് അതിനു മുമ്പ് ക്ലാസ് എടുക്കണമല്ലോ. ആ ഒരു ടൈം എടുത്തത്. പിന്നെ ബാച്ചസിന്റെ ക്ലാസ്സസ് കഴിയുമ്പോൾ 2:30 ആവുമ്പോഴാണ്. സോ അങ്ങനെ അപ്പൊ പകലാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും 4 ക്ലാസ്സസ് ആയിരിക്കും. കാരണം പെട്ടെന്ന് തീരേണ്ടത് കൊണ്ട് നമുക്ക് 4 ക്ലാസ് കൊണ്ട് നമ്മൾ ചെയ്യും. അപ്പോ നോക്കൂ നിങ്ങൾ, കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് April 1st വീക്ക് ഓൺവേർഡ്സ് ഞാനൊരു 30 ഡേയ്സിന്റെ ഒരു ട്രെയിനിങ്ങിലായിരിക്കും നൈറ്റില്. അപ്പൊ എനിക്ക് ഒട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ കിട്ടുന്നത് ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഐ വിഷ് ടു ഷെയർ വിത്ത് യു. ചൈൽഡ് സൈക്കോമെട്രിക് ടെസ്റ്റിംഗ് എന്നുള്ളതാണ്. കുട്ടികളുടെ ബിഹേവിയർ ഇഷ്യൂസ് എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യണം, അതൊക്കെയാണ് ആ കോഴ്സ്. അപ്പം ഞാൻ ആ കോഴ്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും 10 പേരും പോയിട്ട് ആ കോഴ്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോ 50 പേരുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ 50 പേരും കൂടെ പോയി ചെയ്യുന്നതിന് നല്ലത് ഒരാള് ആ കോഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുക, ടൈമും മണി ഇൻവെസ്റ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതല്ലേ നല്ലത്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ. ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളൊരു 7 പേര് 8 പേര് അതിനകത്തുണ്ട്. അപ്പം ഇതുപോലെ പല പല കോഴ്സസ് ഉണ്ടാവും. ഓരോരുത്തർ പോയി ഓരോ കോഴ്സിൽ ജോയിൻ ചെയ്യും. എന്നിട്ട് കോഴ്സ് കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കും. ഇൻ എഫക്റ്റ് 1 ടൈം ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ നടക്കുന്നുള്ളൂ. മണി ആണെങ്കിലും ടൈം ആണെങ്കിലും. അപ്പൊ പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് അതിന്റെ ഡിസ്കഷനും ഇന്ററാക്ഷനും. സോ നിങ്ങൾക്കും അതുപോലെ പല കോഴ്സുകളും ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ടീമൊക്കെ ആവുമ്പോൾ അത് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു ഏപ്രിൽ ടൈമിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു ക്ലാസ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത് യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ഇറങ്ങിപ്പോവാൻ ചെല്ലുന്നത് ഇതുപോലെ കൊച്ചുകുട്ടികളുടെ അടുത്തേക്കല്ലേ. പലപ്പോഴും ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു അതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും. കുറെയൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇവരെ ഏത് ഇതിലേക്ക് കൊണ്ടുപോകണം, തെറാപ്പി ആവശ്യമാണോ, മെഡിക്കേഷൻ വേണ്ടതാണോ എന്നുള്ളതൊക്കെ നമുക്ക് അത് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എനിക്ക് സൈക്കോളജി റിലേറ്റഡ് ഒരു കോഴ്സ് ചെയ്യാനുണ്ട്. മാമിനെ വിളിച്ചാൽ പറഞ്ഞു തരുമോ? ഞാൻ വിളിക്കാം ഒഴിവുള്ളപ്പോ. മാമിന് എപ്പോഴാ ഫ്രീ ആവുക? സൈക്കോളജി റിലേറ്റഡ് എന്ത് കോഴ്സാണ് മുബീന ഉദ്ദേശിക്കുന്നത്? PG ആണോ? PG. ഇതുപോലെ 6 month ഓൺലൈൻ കോഴ്സ് അതൊക്കെയാണോ? അതെ, അങ്ങനെയായാലും കുഴപ്പമില്ല. അത് നമുക്ക് കോഴിക്കോട് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. അത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാരണം ഞാൻ അവരുടെ ഒരു ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ആ കോഴ്സ്. അപ്പൊ ഞാൻ അന്ന് അതിന് ജോയിൻ ചെയ്യാത്തിരുന്നതിന് കാരണം ഞാൻ MT1നും MT3ക്കും അത് രാത്രിയാ ക്ലാസ് 8:30 ആ ഒരു ടൈമായിരുന്നു. അപ്പൊ 8 to 9 ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ല. അതാണ് ഞാൻ ആ ടൈമിൽ നിങ്ങളുടെ ബാച്ച് കഴിയുമ്പം അവരുടെ കോഴ്സിന് ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കോഴ്സ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ വന്നത്, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാ. കാരണം നല്ല പ്രൊഫഷണൽസ് ഒക്കെ വന്നിട്ടാ ക്ലാസ് എടുക്കുന്നത്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒക്കെ കിട്ടും. അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് എന്താണ് സൈക്കോളജി ക്ലാസ്? മിസ്, എനിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാവോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ്? തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അത് അവരുടെ നല്ലൊരു രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അന്നത്തെ ഒരു ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ കേട്ടോ. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാണ് ഒറിജിനൽ എന്ന് അറിയുന്നില്ല. അതാണ് ഞാൻ മാമിനോട് ചോദിച്ചത്. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു സരിജയ്ക്ക് നേരിട്ട് പോയി അന്വേഷിക്കാൻ തോന്നുന്നു. അവിടെ അടുത്തായിരിക്കും. അത് നല്ലതായിരിക്കും. എന്നിട്ട് തമ്മിലൊന്നും ഡിസ്കസ് ചെയ്താൽ മതി. പിന്നെ എന്താണ് സൈക്കോളജി ക്ലാസ് എന്ന് ചോദിച്ചല്ലോ. നമുക്ക് ആക്ച്വലി നമ്മളൊരു ടീച്ചർ എവറി ടൈം നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്യുന്നു. ഇപ്പൊ ഈ ടീച്ചർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നില് അതുപോലെ ഒത്തിരി ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് വരുന്നത്. യുണീക്കാണ് ഓരോ കുട്ടി. അവരുടെ രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളുടെ സിലബസിൽ തന്നെ നമ്മൾ സൈക്കോളജി പഠിച്ചല്ലേ പോകുന്നത്. ചൈൽഡ് സൈക്കോളജിയും എഡ്യൂക്കേഷണൽ സൈക്കോളജിയും നമ്മൾ പഠിച്ചിട്ടല്ലേ പോകുന്നത്. അത് കുട്ടിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം. ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന്റെ കാരണം അത് തന്നെയാണ്. അത് ഓരോ കുട്ടി കാണിക്കുന്ന ഡിഫൻസ് മെക്കാനിസം, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, ഇതിലെല്ലാം സൈക്കോളജി പാർട്ടാ വരുന്നത്. എങ്ങനെയാണ് ആ കുട്ടിയെ മാനസികമായിട്ട് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇതുപോലെ പലരും എന്നോട് ചോദിച്ചു, നമ്മളുടെ ബാച്ചിലുള്ള പലരും ചോദിച്ചു അവർക്ക് സൈക്കോളജി കുറെ കൂടെ ഒന്ന് അറിയണം, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്.
പലപ്പോഴും നമ്മളെല്ലാം പേഴ്സണലി പല സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്കത് നല്ലപോലെ ഡീൽ ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മളിത് കുറച്ചുകൂടെ പ്രൊഫഷണലി അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഒക്കെ വലിയ കുഴപ്പമില്ലാതെ ഫീസും ഒക്കെ ആയിരിക്കും. എന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേയ്മെന്റ് മെത്തേഡും ഒക്കെ ആയിരിക്കാം. അന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. 6 month എന്തോ കോഴ്സിന് എന്തോ 6000 സംതിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷെ നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സസ് വന്നതുകൊണ്ട് ഞാനത് ജോയിൻ ആവാതിരുന്നത്. അപ്പൊ അതാണ് സൈക്കോളജി നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലത്. ഇവന്തോ നമ്മളെ തന്നെ പാകപ്പെടുത്താൻ നല്ലതായിരിക്കും. അല്ലെ? കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് എനിക്ക് തന്നെ തോന്നാറുണ്ട് നമ്മുടെ മനസ്സിന് ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്ന് തോന്നും സംടൈംസ്. അല്ലെ? നമുക്ക് ആ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് ചില സമയത്ത് എന്താ പറയാ, എപ്പോഴെങ്കിലും ഒരു തോള് ചിലപ്പോ വേണ്ടി വരും. പക്ഷെ നമ്മളൊന്ന് നമ്മൾ സ്വയം ഇങ്ങനെ മനസ്സിലാക്കി മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിൽ പോലും നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ആളുകൾ തന്നെ വേണം, അത് ഞാൻ സമ്മതിച്ചു. ബട്ട് സംടൈംസ് നമുക്ക് ഇത് പോയി പറയാനോ നമ്മളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനോ നമുക്കൊരു വ്യക്തി നമ്മുടെ മുന്നിൽ ഇല്ലാതെ വരുമ്പോൾ വി ക്യാൻ ടോക്ക്, സെൽഫ് ടോക്ക് എന്നൊരു സംഭവമുണ്ട്. അപ്പൊ അത് ചെയ്ത് നമുക്ക് തന്നെ അതിൽ നിന്ന് റിലീവ് ആകാനായിട്ട് പലപ്പോഴും പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്പണിങ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ സൈക്കോളജിയുടെ ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഏതൊരു സൈക്കോളജിസ്റ്റും ഏതൊരു സൈക്കോതെറാപ്പിസ്റ്റും ഈ പറയുന്ന പോലെ അവർക്കും സ്ട്രെസ് ഉണ്ട്, അവർക്കും വെന്റിലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതാണ് റിഫ്രഷിങ് കോഴ്സുകൾ അവർ ചെയ്യുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവര് മെന്റലി ഫിറ്റ് ആണെന്നുള്ളത് കൊണ്ടല്ല അവർ ആ ജോബ് ചെയ്യുന്നത്. അവർക്കും ഉണ്ടാവും പ്രശ്നങ്ങൾ, എല്ലാവർക്കും ഉണ്ടല്ലേ. ഇമോഷണൽ നീഡ്സ് എല്ലാവർക്കും ഉണ്ടാവും. ആത്മസന്തോഷം, ഇമോഷണൽ നീഡ്സ് എല്ലാവർക്കും ഉണ്ട്. അത് പറ്റാതെ വരുമ്പോഴാണ്, അത് ശരിക്കും നമുക്ക് കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് ഭയങ്കരമായിട്ട് നമ്മൾ അസ്വസ്ഥമാകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. കാരണം കുറെ വർഷങ്ങൾ മുമ്പ് വരെ എന്റെ ധാരണ എനിക്ക് ഒറ്റയ്ക്ക് സ്ട്രെസ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബട്ട് പിന്നീട് നമ്മൾ ഇതുപോലെ കുറെ പല ഗ്രൂപ്പുകളിൽ ചെന്ന് അവർ പറയുന്ന പലതും കേട്ട് അവർ പലതും ഷെയർ ചെയ്തപ്പോ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി. കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ഈവൻ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ വന്നപ്പോഴും കുറെ പേരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ, കാരണം നമ്മളവിടെ അവർക്കൊരു താങ്ങായിട്ട് നിൽക്കണമല്ലോ. സോ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ എനിക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയെങ്കിൽ എനിക്കും അത് അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യാലോ. അങ്ങനെ നമ്മൾക്കും മാറ്റം വരും. അപ്പൊ അതാണ് ഒരു പരസ്പരം വളർത്തുന്ന മനഃശാസ്ത്രം. അതാണ് നമ്മൾ ആരെയും തളർത്തുമല്ല, എല്ലാരെയും വളർത്തുന്ന ഒരു മനഃശാസ്ത്രം. അനുസരിക്കൽ, പ്രെയർ ചെയ്യണം. പിന്നെ നമ്മൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഒരാൾക്ക് കൺവീനിയന്റ് ആയത് വേറൊരാൾക്ക് ഒരുപക്ഷെ കൺവീനിയന്റ് ആയിരിക്കില്ല. ചിലർക്ക് പാട്ട് കേട്ടാൽ ശരിയാകുമായിരിക്കും, പക്ഷെ അതേസമയം വേറൊരാൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും ശരിയാവുക. അത് പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളെ ജഡ്ജ് ചെയ്യരുതെന്ന് പറയണത്. കാരണം ഇപ്പൊ പലപ്പോഴും നമ്മൾക്കൊക്കെ വരുന്ന ഒരു കേസസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഹസ്ബൻഡും വൈഫും കൂടെ വരും. ഹസ്ബൻഡ് പറയും ഇവൾക്ക് മൊത്തം പ്രശ്നമാണ് എന്ന് പറയും, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞ് വൈഫിനെ കേൾക്കാൻ നമ്മൾ തുടങ്ങും. ഒരൊറ്റയ്ക്ക് ഇരുത്തി അവർക്ക് ഒരു സ്പേസ് കൊടുത്ത് അവരെ കേൾക്കാനിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകണത്. എനിക്ക് ഇത് സംഭവിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് 2 പേര് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബീഫ്രണ്ടിങ് ചെയ്യുമായിരുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഈ ഹസ്ബൻഡ് ആദ്യം ഫോൺ ചെയ്തപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു റിട്ടയർഡ് ടീച്ചറാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഹസ്ബൻഡ് ആദ്യം തന്നെ ഒരു ഇൻട്രോ കൊടുത്തു. ഹസ്ബൻഡിന്റെ ഇൻട്രോയില് പ്രശ്നക്കാരി വൈഫ് എന്നുള്ള രീതിയിലാണ് ഹസ്ബൻഡ് ഇൻട്രോ കൊടുക്കുന്നത്. അപ്പം ടീച്ചർ അത് അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരും, വൈഫിനെ ജിഷ അങ്ങ് ഡീൽ ചെയ്തോളണം, ഹസ്ബൻഡിനെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, കാഷ്വലായിട്ട് ഞാൻ അയാളോട് സംസാരിച്ചോളാം, വൈഫ് അത്ര ശരിയൊന്നുമല്ല. ഇങ്ങനെ ടീച്ചർ എനിക്കൊരു മുൻവിധിയോടുകൂടി ആദ്യമേ തരുവാണേ. അപ്പൊ ഞാൻ എന്നിട്ട് ഈ കുട്ടി വന്നപ്പോഴേക്കും അകത്ത് കൊണ്ടുപോയി ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഒരു 2.5 മണിക്കൂർ സംസാരിച്ചു. ഈ കുട്ടി സംസാരിച്ചു, ഞാൻ ഒന്നും സംസാരിച്ചില്ല. ഈ കുട്ടി കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പം അപ്പൊ എനിക്ക് മനസ്സിലായി, അവരുടെ ഒരു പ്രോബ്ലം മനസ്സിലായി. ഞാൻ ചെയ്തത്, ശരി, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു. ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്, ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഓരോ പറഞ്ഞു, ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തില്ല. ഞാൻ ഇനി ഇങ്ങനെ ചെയ്യും, എനിക്ക് എന്റെ ലൈഫാണ് വലുത്, ഞാൻ ഇനി ഇങ്ങനെ, കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ കുട്ടികൾ, ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഞാൻ ഹാപ്പി ആയിട്ടാണ് അവർ ആ റൂമിൽ നിന്ന് ഇറങ്ങിയത്.
ഞാൻ അവിടെ ഒന്നും ചെയ്തില്ല, അവരെ കേട്ടതേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന അവരോട് ചോദിച്ചു, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുന്നേ ചോദിച്ചുള്ളൂ. എനിക്ക് അവരുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വന്നു. അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അപ്പൊ എന്റെ ഫാമിലി ശരിയാകും, ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇവര് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ചെല്ലുന്നത് ഹസ്ബൻഡും ടീച്ചറും ഇരിക്കുവാണല്ലോ. അപ്പൊ ടീച്ചർ പറയുവാണേ, ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെയും ഹസ്ബൻഡിന്റെ അച്ഛനെയും അമ്മയെയും കുട്ടികളെയും നോക്കി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നു. അതുവരെ ആ 2.5 മണിക്കൂർ കൊണ്ട് ഉണ്ടായത് അവിടെ കൊളായി, അവിടെ അത് തീർന്നു. അത് കേട്ടപ്പോഴേക്ക് ഇവർക്കങ്ങ് കലി വരുവായി, ഈ വൈഫിന് കലി വരുവാ. കാരണം ഇവരവിടെ കുറച്ച് അനുഭവിച്ചിട്ടുണ്ട്, അതവർക്ക് പറയാൻ ആരുമില്ല. ഹസ്ബൻഡിന്റെ ആ ഒരു അയാളുടെ വീട്, അയാളുടെ പാരന്റ്സ് ആ ഒരു രീതിയിൽ അച്ഛനെയും അമ്മേനെയും പൊന്നുപോലെ നോക്കണം, ഹസ്ബൻഡിനെ പൊന്നുപോലെ നോക്കണം, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം, അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിയിരിക്കണം. അപ്പോഴേക്കും അതുവരെ ആ 2.5 മണിക്കൂർ അവരെ കേട്ട ഇതിന്റെ ഔട്ട്കം മുഴുവൻ പോയി. അവർക്കന്ന് കലി വന്നു, ഈ വൈഫിന് തീർന്നില്ലേ, റിസൾട്ട് പോയില്ലേ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അതാണ് നമ്മൾ എപ്പോഴും പറയണത്, നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ വലുതായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾ സൈക്കോളജി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുന്നിൽ ഒരാള് വരുമ്പോ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെയൊന്നും അല്ല അവരോട് പറയേണ്ടത്. ഇത് നമ്മൾക്ക് ഇതിൽ ആവശ്യമാണ്. നമ്മൾ ആസ് എ ടീച്ചർ എന്ന രീതിയിൽ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കുട്ടികൾ വരുന്നു, മറ്റുള്ള സ്റ്റാഫ് ഉണ്ട്, അപ്പൊ പലർക്കും പല പല പ്രശ്നങ്ങളുണ്ട്, പാരന്റ്സിന്റെ പ്രശ്നങ്ങൾ വരും. നമുക്കിത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമുക്ക് വരണം. അപ്പൊ അന്നത്തെ പിന്നെ എന്തായി എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അയ്യടാന്നായിപ്പോയി. കാരണം ഇത് നല്ല രീതിയിലായി വന്നത് അവര് സ്വയമാണ് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചത്, ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ, പണ്ടത്തെ റിട്ടയർഡ് ടീച്ചർ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഹസ്ബൻഡിനെ ബഹുമാനിച്ച് റെസ്പെക്ട് ചെയ്ത്. കാരണം റെസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം, അല്ലാണ്ട് ഹസ്ബൻഡിന് മാത്രമുള്ളതല്ലല്ലോ. അപ്പൊ അതൊക്കെ ആ ഒരു ഇക്വാലിറ്റിനെ ഒന്നും അല്ല അവര് കാണുന്നേ. അങ്ങനെ ചെയ്ത് എന്തിനാ ജോലിക്കൊക്കെ പോകുന്നേ, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നാ പോരെന്നേ ടീച്ചർ ആ കുട്ടിയോട് ചോദിക്കുക. അപ്പൊ ഈ കൊച്ച് വന്നു കയറി ഉടനെ തന്നെ എന്നോട് സംസാരിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യം, ഒരു കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ച് എന്നോടൊരു കാര്യം പറഞ്ഞു. വേറെ ഒന്നുമില്ല, ഞാൻ ഈ ബ്ലാക്ക് പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ടീച്ചർ പൊട്ടെന്ന് വെച്ചിട്ടുണ്ടായില്ലേ. അപ്പോ ഈ കുട്ടി പറയാ, എനിക്ക് ആ ടീച്ചറോട് സംസാരിക്കാനായിരുന്നു താല്പര്യം, എനിക്ക് പൊട്ട് വെച്ച് മാഡത്തിനെ കണ്ടപ്പോഴേക്കും എനിക്ക് മാമിനോട് എന്തോ ഒരു സംസാരിക്കാൻ തോന്നിയില്ല. കാരണം അവരുടെ ഒരു ബിലീഫ് അനുസരിച്ച് അവര് ഇതൊന്നും യൂസ് ചെയ്യുന്നതായിരുന്നില്ല, ഇങ്ങനത്തെ അടയാളങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ പിന്നെ എനിക്കിത് ശീലമായതുകൊണ്ട് ഞാൻ ഈ ബ്ലാക്ക് പൊട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയാം, മാഡം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് അവര് വിട്ടപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല മാഡത്തിനോട് സംസാരിക്കാൻ, പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയി എന്നിങ്ങനെ അവര് പറഞ്ഞു. അപ്പൊ അതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നവരുടെ ഓരോ ഫീലിങ്സ് എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നോട് സംസാരിക്കാൻ, പക്ഷെ ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോ അവരെന്നോട് ഓപ്പൺ അപ്പ് ആയി പറഞ്ഞ കാര്യമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാർ എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ അത് നല്ല രീതിയിൽ തന്നെ സോൾവ് ആയി പോകും, ചിലത് എങ്ങും എത്തില്ല. എല്ലാം ഒന്നും എന്താ പറയാ റിസൾട്ടിലേക്ക് എത്തില്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളിവിടെ ടീച്ചർ റിലേഷൻസ് പറയുമായിരുന്നു. ഒരു ടീച്ചർ, ഞങ്ങള് ടീച്ചർമാരുടെ സിലബസിൽ സൈക്കോളജിയുടെ ഒരു പാർട്ട് ഉണ്ട്, പക്ഷെ അത് പേരിന് മാത്രമാണ് പലപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ സിലബസിൽ ആ പാർട്ട് വന്നപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് തന്നത്. കാരണം നമ്മൾ കുറെ അറിയണം, എന്നാലാണ് നമുക്ക് മുന്നിൽ വരുന്ന കുട്ടികളെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ നീഡ്സ് വരുമ്പോൾ നമുക്ക് ഇടപെടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ക്ലൈമറ്റ്, എൻവിയോൺമെന്റ്, അതൊരു പ്ലീസിങ്, ഒരു സൂത്തിങ് എൻവിയോൺമെന്റ് ആണെങ്കിൽ മാത്രമാണ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര പേയ്മെന്റ് കിട്ടിയാലും നമുക്ക് ഒട്ടും സമാധാനം ഉണ്ടാവില്ല അങ്ങനത്തെ സ്ഥലത്ത് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ പല ഏരിയാസ് ഉണ്ടാവും, പലപ്പോഴും ടീച്ചേഴ്സ് തമ്മിലൊരു കോപ്പറേഷൻ, മ്യൂച്വൽ ഹെൽപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. പിന്നെ പലപ്പോഴും കുട്ടികളുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഏതെങ്കിലും 2 ടീച്ചർ 3 ടീച്ചർമാരെല്ലാരും കൂടെ ചേർന്ന് ഇപ്പൊ ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ ഓരോ ടീച്ചേഴ്സിനും ഡ്യൂട്ടീസ് അസൈൻ ചെയ്യും. സ്പോർട്സ് വരുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ഗ്രൂപ്പ് ചെയ്തിട്ട് ടീച്ചർമാരെ ഗ്രൂപ്പ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ആയിരിക്കണം ഇത് ചെയ്തത്. ആനുവൽ ഡേ ആകുമ്പോൾ സ്റ്റേജിന്റെ ഡെക്കറേഷൻ ഒരു ഇത്, ഗസ്റ്റിനെ കൊണ്ടുവരുന്ന ഗ്രൂപ്പ് വേറെ, കുട്ടികളെ നോക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ ടീച്ചേഴ്സിന് ഡ്യൂട്ടി ചെയ്യാൻ. അപ്പൊ കോപ്പറേറ്റീവ് ആയിട്ടും പലതും ചെയ്യേണ്ടതായിട്ട് വരും, ഗ്രൂപ്പായിട്ടും പിന്നെ മ്യൂച്വൽ ഹെൽപ്പും എല്ലാം വരും.
പിന്നെ പലപ്പോഴും ഇവർക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതായിട്ട് വരും ടീച്ചേഴ്സിന് ഒരുമിച്ച്. ചില കുട്ടികളുടെ വീട് വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ പലതും സംഭവിക്കാമല്ലോ. അങ്ങനെ പല കാര്യങ്ങളും ഇവർക്ക് കമ്മ്യൂണിറ്റിയുമായിട്ട് അവർക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. സോഷ്യൽ സർവീസ് എല്ലാം ഇങ്ങനെ വരും. മ്യൂച്വൽ ഹെൽപ്പ് വരും. അപ്പൊ ഇതിങ്ങനെ കണ്ടാജിയസ് ആണ്, സ്പ്രെഡ് ചെയ്തിരിക്കുവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്പ്രെഡ് ചെയ്ത് തന്നെ പോകും എന്നാണ് പറയുന്നത്. ഓക്കെ. അതേസമയം ടീച്ചേഴ്സ് തമ്മിൽ ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മനസ്സറിയുന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ അശ്വതി മാമിന് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ദൂരവും ഉണ്ട് നൈറ്റിൽ ക്ലാസ് എടുക്കാനായിട്ട് വരും. അപ്പൊ നമ്മൾ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് പിന്നെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവതരിപ്പിച്ചു. നൈറ്റ് ക്ലാസ് PG ബുദ്ധിമുട്ടാണ്, നമുക്കത് പകലിലേക്ക് ആക്കുവാണെങ്കിൽ ഞങ്ങൾക്കൊരു നല്ലൊരു ടീച്ചറേയും കൂടെ എക്സ്ട്രാ കിട്ടും, അപർണ ടീച്ചറേയും കൂടെ കിട്ടും. അപ്പൊ പിന്നെ നല്ല പോലെ നമുക്ക് PG മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ഒരാൾക്കൊരു ലീവ് വന്നാൽ തന്നെ നമുക്ക് 2 പേരുണ്ട് പൈപ്പ് ലൈനിൽ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഓക്കെ അത് സമ്മതിച്ചു. സ്ട്രെസ് അത് ഇങ്ങനെ വരുമ്പോഴേക്കും നൈറ്റ് ക്ലാസ് വന്നപ്പോൾ സ്ട്രെസ്. ഒരു ദിവസം എനിക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട സമയമായിരുന്നു. അശ്വതി മിസ്സിന് ഒട്ടും വയ്യാതെ വന്നു. പിന്നെ ഞാൻ ആ ക്ലാസ് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ PGക്ക് കയറിയിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് പലപ്പോഴും പല അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സ്ട്രെസ് എന്നുള്ള സംഭവം ടീച്ചർമാരിലും ഉണ്ടാകും. പക്ഷെ അത് ഈ ഗ്രൂപ്പ് മ്യൂച്വൽ ഹെൽപ്പ് കോപ്പറേഷൻ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ടീച്ചേഴ്സിന് വേണ്ടുന്ന പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യണം. കാരണം അവരുടെ സ്കില്ല് വളരെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവരുടെ സ്കില്ല് ഒന്നുകൂടെ നന്നാക്കി എടുക്കുക എന്നുള്ള കാര്യം കൂടി ഉണ്ട്. കാരണം സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റണം അല്ലെ, വിത്തൗട്ട് ടയർഡ്നെസ്, ഒരു ക്ഷീണവും ഇല്ലാതെ സക്സസ്ഫുള്ളി അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. അത്രയും ഒരു അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി വരുന്നൊരു ജോബ് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ടീച്ചർ റിലേഷൻസിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും വൺസ് അങ്ങനെ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് ടീച്ചറും അഡ്മിനിസ്ട്രേറ്ററും ആയിട്ടുള്ള റിലേഷൻസ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ചും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ? എല്ലാം അയാൾ തന്നെ ഡിസൈഡ് ചെയ്യുക, അയാൾ പറയുന്ന രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്യുക, ആ രീതിയിലായിരിക്കണം. അല്ല മാം, നമ്മുടെ അഭിപ്രായങ്ങളും കൂടി ചോദിക്കണം. അതെ, ഒരു ഡെമോക്രാറ്റിക് നേച്ചർ വേണം അല്ലെ. അതായത് അയാള് പറയുന്ന പോലെ അയാള് പറയുന്ന വരയിലൂടെ അങ്ങനെയല്ല, ഒരു ഡെമോക്രാറ്റിക് ആയിരിക്കണം. ഓതറേറ്ററിയനിസം ആയിരിക്കരുതെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു ഏകാധിപതി പോലെ അയാളൊരു ഓട്ടോക്രാറ്റിക് റൂൾ ആണെങ്കിൽ ടീച്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യാന്നുള്ളത്. സോ ആ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലായിരിക്കണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് പോകുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, പല ഓഫീസുകളും അങ്ങനെ ആയിരിക്കണം അല്ലെ. അല്ലാതെ ഒരാളെല്ലാം തീരുമാനിക്കുന്നു, ഒരാളുടെ റൂൾസ് മാത്രം നടക്കുന്നു, ആ രീതിയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്കം തന്നെ വളരെ മോശമായിരിക്കും. പിന്നെ അങ്ങനെ വരുമ്പോൾ ഇന്റർപേഴ്സണൽ, അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തുള്ള വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ വളരെ ടഫ് ആകും. അതൊക്കെ വരും. പിന്നെ പരസ്പരം ബ്ലെയിമിങ്, അത് തീർച്ചയായിട്ടും വരും. അതായത് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ടീച്ചർമാരെ ഏതെങ്കിലും രീതിയിൽ ബ്ലെയിം ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളും വരാൻ അവരിങ്ങനെ ഈ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ബ്ലെയിം ചെയ്യാതെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ചെയ്യേണ്ടത്. അതേസമയം പരസ്പരം വിരൽ ചൂണ്ടുവാണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല. പിന്നെ എപ്പോഴും നമ്മൾക്കൊരു മാസ്റ്റർ ആൻഡ് സെർവന്റ് ആ ഒരു രീതിയിലായിരിക്കും. പിന്നെ നമ്മൾ സെൽഫ് അസസ്മെന്റ്, നമ്മൾ എവിടെയെങ്കിലും കറക്റ്റ് ആവാനുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരുമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വളരെ സ്മൂത്തിങ് ആവും. വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. നമ്മളൊരു സെൽഫ് അസസ്മെന്റ് ചെയ്യണം. പല കാര്യങ്ങളും നമുക്ക് ഏതെങ്കിലും വീക്ക്നെസ് ഉണ്ടോ, ആ വീക്ക്നെസ്സിനെ നമ്മൾ അഡ്രസ് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക, അങ്ങനെ ഡെവലപ്പ് ചെയ്യുക നമ്മളുടെ തന്നെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഓരോ വ്യക്തികളും ചെയ്യുമ്പോഴേക്കും അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ടോളറൻസ് എന്നുള്ളതുണ്ട്. പക്ഷെ ഈ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സഹിക്കണം അതല്ല, ബട്ട് നമുക്കൊരു സർട്ടൻ ലെവൽ വരെ ഒരു ടോളറൻസ് ബിഹേവിയർ വേണം. മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഒരു എംപത്തറ്റിക് വേയിൽ തന്നെ നമ്മൾ കാണണം. ഇപ്പൊ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് അയാൾ എന്തുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാം. പിന്നെ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് വരട്ടെ.
മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ പരസ്പരം ചെളിവാരി എറിയുന്ന രീതിയിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ്, ഡിബേറ്റിലേക്ക് പോകാതെ ഒരു സൊല്യൂഷൻ കിട്ടുന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ, ആ എംപ്ലോയീസിൽ, അതായത് ടീച്ചർമാരാണെങ്കിൽ ടീച്ചർമാരിൽ അയാൾക്കൊരു ബിലീഫ് ഉണ്ടായിരിക്കണം, ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അവരുടെ വർത്തിനെ, അവരുടെ വാല്യൂ, അതിനെ റെസ്പെക്ട് ചെയ്യണം എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെയും. പിന്നെ റെസ്പെക്ട് നമ്മൾ പറയില്ല, പോസിറ്റീവ് ഉള്ളത് ഉറക്കെ പറയുക, നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവരെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ശ്രദ്ധിക്കില്ലേ, അങ്ങനെയുള്ള രീതി. അതാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പം അവിടുത്തെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എല്ലാം നല്ല രീതിയിൽ തന്നെ പോകും. ആ ഒരു രീതിയിൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ആയിരിക്കണം, അതോറിറ്റേറിയൻ ആയിരിക്കരുത് എന്നുള്ള രീതിയിൽ പറയും. നെക്സ്റ്റ് വൺ, ടീച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസ്. നമുക്കറിയാം ടീച്ചറാണ് കൂടുതലും പാരന്റ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഓരോ കുട്ടിയുടെയും പാരന്റ്സുമായിട്ട്, അവരുടെ ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളുടെ പല ട്രെയിനീസും ടീച്ചിങ് പ്രാക്ടീസിന് പലയിടത്തും പോയപ്പോ ഈ പറയുന്ന പോലെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടും വഴിയിൽ വെച്ച് കാണുമ്പോൾ പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ടീച്ചർ എന്ന് വിളിച്ചോടി അടുത്ത് ചെല്ലുമെന്ന് പറയേണ്ടായിരുന്നു. അതാണ് ആ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള, വൺസ് ടീച്ചർ റിട്ടയർ ആയാലും ടീച്ചർ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ടീച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസ്. അപ്പൊ എപ്പോഴും ലേണേഴ്സുമായിട്ട് നല്ലൊരു കോമ്പാറ്റബിലിറ്റി, ചേർന്ന് പോകുന്ന രീതിയിൽ നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ മറ്റുള്ള ടീച്ചേഴ്സ്, നമ്മൾ ഓരോരോ റിലേഷൻഷിപ്പിൽ പറഞ്ഞു, ഓരോ മറ്റുള്ള ടീച്ചേഴ്സുമായിട്ടും അഡ്മിനിസ്ട്രേറ്ററുമായിട്ടും എല്ലാം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പാരന്റ്സും അതുപോലെ തന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സും. ഒരു പഞ്ചായത്താണെങ്കിൽ ആ വാർഡിലെ അതോറിറ്റീസ് ഉണ്ടാവുമല്ലോ, പാർട്ടി അങ്ങനെയാണെങ്കിൽ പോലും അവരുമായിട്ട് കണക്ട് ചെയ്യാൻ, അതുപോലെ ചൈൽഡ് ലൈൻ പ്രവർത്തകരായിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പല രീതിയിലുള്ള കമ്മ്യൂണിറ്റി റിലേഷൻസ് ഇവരിലുണ്ടാകും. ഒരു ഗുഡ് സിറ്റിസൺ ഓഫ് ദ കമ്മ്യൂണിറ്റി, ആ ഒരു രീതിയിലായിരിക്കണം ഇവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. കാരണം ഇവരൊരു റോൾ മോഡലാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ. അല്ലെങ്കിൽ ഇങ്ങനെ പറയിപ്പിക്കാതെ പോണ കണ്ടില്ലേ, ഇതാണ് കുട്ടികളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർ, പിന്നെ ഇങ്ങനെയാ പിള്ളേര് ശരിയാക്കുക, ആ ഒരു രീതിയിലേക്ക് ആവരുത്. ഒരു എന്താ പറയാ, ഗുഡ് സിറ്റിസൺസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം ടീച്ചറുടെ റോള്. അപ്പൊ ശരിക്കും കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വയ്ക്കുമ്പോൾ കുറെ ഇന്റർപേഴ്സണൽ റിലേഷൻസ് വരും, കുറെ നമ്പർ ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. പിന്നെ എപ്പോഴും ഒരു കോഷൻ ഷുഡ് ബി എ വാച്ച് വേർഡ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. വാച്ച് വേർഡ് എന്ന് പറഞ്ഞ സ്ലോഗൻ എന്നാണ്. ഒരു കോഷൻ, നമുക്ക് ആ ഒരു ലിമിറ്റ്സ് അറിയണം. നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ടാണ് പലപ്പോഴും സെൻസിറ്റീവ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പും ഈ ടീച്ചർ കമ്മ്യൂണിറ്റി റിലേഷൻസും പറഞ്ഞപ്പോ എനിക്കുണ്ടായിരുന്നപ്പോ ഞാൻ പറയും, ഞാൻ ഇടുക്കിയിലെ പൈനാവ് പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അത് ഹൈ റേഞ്ച് ആണല്ലോ, പൈനാവ് സ്ഥലത്ത് ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഒരു 3:30 കഴിയുമ്പോൾ റോഡിലേക്ക് ആന ഇറങ്ങി വരും. അപ്പൊ ഞങ്ങളിങ്ങനെ റോഡ് സൈഡിലാണ് പോളിടെക്നിക്ക്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹോസ്റ്റൽ താമസിക്കുന്നത്. ഫ്രൈഡേസ് വൈകുന്നേരം എല്ലാരും വീട്ടിലേക്ക് പോകുന്ന ടൈമാണല്ലോ. അപ്പൊ ഒരു 3:30 പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടമഞ്ഞുമായിരിക്കും, റോഡ് കാണാൻ പറ്റില്ല, ഈ പറയുന്ന ആന ഇറങ്ങും. അപ്പൊ ബസ് പലപ്പോഴും എവിടെയെങ്കിലും വെച്ചങ്ങ്, ട്രാൻസ്പോർട്ട് ബസ്സാണ് കൂടുതലും, പ്രൈവറ്റും ഉണ്ട് ഇല്ലാന്നില്ല, അപ്പൊ എവിടെയെങ്കിലും വെച്ച് നിന്ന് പോകുന്നത് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഫ്രൈഡേ നമുക്ക് ബ്രേക്ക് കൂടുതലാണല്ലോ, ഉച്ചത്തെ ബ്രേക്ക് കൂടുതലാണ്. അപ്പൊ ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് മെയിൽ സ്റ്റാഫും ഉണ്ട്, പിന്നെ അല്ലാതെ ലേഡി സ്റ്റാഫും ഉണ്ട്. പക്ഷെ കുട്ടികളായിട്ട് അത്ര അടുപ്പമില്ല പലരും. ഈ കുട്ടികളായിട്ട് ഭയങ്കര അടുപ്പം. അപ്പൊ എന്നോട് ഒരു മെയിൽ സ്റ്റാഫ്, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, കുട്ടികളോടൊന്ന് പറയാമോ ഉച്ചത്തെ ബ്രേക്ക് കുറച്ചിട്ട് നേരത്തെ ക്ലാസ് അങ്ങ് കഴിയുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോവായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഈ സാറ് വീണ്ടും വന്നു, കുട്ടികളോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ അത് പറയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇത് തന്നെ ചോദിച്ചു എന്റെ പുറകെ നടക്കുക. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ പിടി വിട്ടുപോയി. ഞാനങ്ങ് പെട്ടെന്ന് ഷൗട്ട് ചെയ്തു, ഞാൻ പറയില്ല എന്നല്ലേ പറഞ്ഞേന്ന് പറഞ്ഞു.
എനിക്ക് എന്റെ പിടിവിട്ടു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു അങ്ങനെ ആളോട് റിയാക്ട് ചെയ്യേണ്ടായിരുന്നു. എന്റെ പുറകെ ഇങ്ങനെ നടക്കുക, നിർബന്ധിക്കുക, കുട്ടികളോട് അത് പറയണം. കാരണം പള്ളിയിൽ പോകുന്ന കുട്ടികളുണ്ടാവും സമയത്ത്, അപ്പൊ അവരോട് പറയണം ഇങ്ങനെ കുറച്ച് ബ്രേക്ക്, കുറച്ച് പള്ളിയിൽ പോകുന്നവര് പൊക്കോട്ടെ, ക്ലാസ് നേരത്തെ തുടങ്ങും, അങ്ങനെയുള്ള രീതിയിൽ പറയണം. അറേഞ്ച് ചെയ്തുകൊണ്ട് പള്ളിയിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരെ ടൗണിലേക്ക് അടുത്ത് 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് എന്തോ ആണ്. ഞാൻ പറഞ്ഞു ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ കരയാൻ തുടങ്ങി. 24 ഇയേഴ്സ് കേട്ടോ ആ ടൈമില്. അപ്പം എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അങ്ങനെ അവ വന്ന് കണ്ട പരിചയപ്പെട്ടത് സലാം. അപ്പൊ അവൻ പറഞ്ഞു, അല്ലെങ്കിലും നീ പറയണത് ശരിയല്ല, ഞാൻ പറയുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് അവൻ പറഞ്ഞു. ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആവരുതല്ലോ. ഞാൻ പറഞ്ഞു നീ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അത് അന്നത്തെ ദിവസം അങ്ങനെ തന്നെ ബ്രേക്ക് വേണം. കാരണം അവർക്ക് അങ്ങനെ കുട്ടികൾക്ക് പള്ളിയിൽ പോകാനുള്ളതാണ്. അവര് വന്നു കഴിഞ്ഞിട്ടേ നമ്മൾ ക്ലാസ് എടുക്കാനും പാടുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ പോവാം. അത് അങ്ങനെ നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടി കുട്ടികളോട് നിങ്ങൾ പള്ളിയിൽ പോകുന്നവര് പൊക്കോ, ക്ലാസ് നേരത്തെ തുടങ്ങുന്നതൊന്നും ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞു. ഞാനത് സമ്മതിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഒരു അവിടെ പല പല റിലേഷൻസ് വന്നു. ഞാനും കുട്ടികളും തമ്മിലുള്ള റിലേഷൻ, ഞാനും സ്റ്റാഫും തമ്മിലുള്ള റിലേഷൻ. പിന്നെ ഈ ഒരു മെസ്സേജ് കുട്ടികളിൽ നിന്നും അവരുടെ പാരന്റ്സിലേക്ക് പോകില്ലേ, നമ്മളെങ്ങാനും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻ, എല്ലാത്തിലും പ്രശ്നങ്ങൾ വരും. ഇവിടെ ആകെ പ്രശ്നം വന്നത് ഞാനും ആ ഒരു ടീച്ചറും തമ്മിലുള്ള റിലേഷനായിരുന്നു. പിന്നെ അയാൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. സലാം ഇങ്ങനെ എന്നോട് പറയായിരുന്നു, നീ സൂക്ഷിക്കണം, അവൻ ചിലപ്പോ നിന്നെ, ഞങ്ങളെല്ലാം ഒരു ഏജ് ആയതുകൊണ്ട് കേട്ടോ അവൻ എന്ന് പറയുന്നത്, ചിലപ്പോ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കും അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ആളോട് ചെന്ന് സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടെന്നുള്ള ഇതിൽ ഞാൻ ഷൗട്ട് ചെയ്തതാണ്. പക്ഷെ പുള്ളി എന്നോട് എന്നെ നിർബന്ധിച്ച് ശരിയായില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഫ്രം മൈ പാർട്ട് അങ്ങനെ റിയാക്ട് ചെയ്തല്ലോ, അപ്പൊ അത് ഞാൻ പോയി സോറി പറഞ്ഞായിരുന്നു. ഞങ്ങൾ മിണ്ടിയിട്ടൊന്നുമില്ല അധികം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ആ ഒരു ടൈമില് ഉണ്ടായിരുന്നു പ്രശ്നം. അപ്പൊ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ പല പല റിലേഷൻ അത് ബാധിച്ചേ. ഏതെങ്കിലും രീതിയിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരുമായിരുന്നെങ്കിൽ അവിടെ ഞാനും ഒരു സ്റ്റാഫും തമ്മിലുള്ള ചെറിയൊരു സ്വാരസ്യം, ഒരു അനിഷ്ടം ഉണ്ടായതേ ഉള്ളൂ. ബട്ട് വേറൊരു ബന്ധത്തെയും അത് ബാധിച്ചില്ലായിരുന്നു. അതിലെനിക്ക് ഇപ്പൊ വിഷമമൊന്നുമില്ല. ഓക്കെ, അതാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ചില സെൻസിറ്റീവ് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ. കാരണം നമ്മളുടെ മുന്നിൽ റിലീജിയൻ ഇല്ല എന്ന് നമുക്ക് നമ്മുടെ മക്കളാണ്. അവരുടെ ഫോളോ ചെയ്യുന്ന അവരുടെ ബിലീഫ്, ട്രഡീഷൻ എല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് വേണം. വൈ ബിലീഫ് ഇസ് ലൈക്ക് ദാറ്റ്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. സോ അതാണ് അതിന്റെ ഒരു കാര്യം വന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്ന് സ്റ്റുഡൻസ് ഇൻവോൾവ്മെന്റ് ആൻഡ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻസ്. നമ്മൾ പലപ്പോഴും സ്കൂളുകളിൽ പല പ്രോഗ്രാംസ് നടക്കാറുണ്ടല്ലേ. പല പ്രോഗ്രാംസ് നടക്കുമ്പോൾ അതില് 99% പാർട്ടിസിപ്പേഷനും കുട്ടികളുടെ സൈഡിൽ നിന്നായിരിക്കണം. അവരെ ലീഡ് ചെയ്യണം. നമ്മൾ സൈഡിലൂടെ സപ്പോർട്ട് ചെയ്യാനേ പാടുള്ളൂ. എല്ലാത്തിലും അവരെ ലീഡ് ചെയ്യിക്കാനായിട്ട് നോക്കണം. അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഓരോരുത്തർക്കും ഓരോ ടാസ്ക് നമ്മൾ അസൈൻ ചെയ്തു കൊടുക്കണം. ഇപ്പൊ സ്റ്റുഡൻസ് ഇൻവോൾവ്മെന്റ് അല്ലാതെ ടീച്ചർമാര് തന്നെ ഫുൾ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഔട്ട്കം ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾ നല്ലപോലെ അതിൽ ഇൻവോൾവ് ആകും. അവരുടെ ഇൻട്രസ്റ്റുകൾ മാറും. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിലേക്ക് മാറും. അവരുടെ ലഹരികളൊക്കെ അതാവും. ഒരു സ്പോർട്സ്, അത്ലറ്റിക്സ് അല്ലെങ്കിൽ ആർട്സിന്റെ പ്രോഗ്രാം, അല്ലെങ്കിൽ ഗാന്ധി ജയന്തിയുടെ അന്ന് നമ്മളൊരു ക്ലീനിങ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് വരുമ്പോൾ സ്റ്റുഡന്റ് ഇൻവോൾവ്മെന്റും പാർട്ടിസിപ്പേഷനും ആയിരിക്കണം അതിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ടീച്ചർമാർ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഒരു സൈഡ് ആയിട്ട് നിൽക്കാനേ പാടുള്ളൂ. അവരുടെ ഒരു നല്ലൊരു പാർട്ടിസിപ്പേഷൻ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്കും ഈ സ്റ്റുഡൻസിന് പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ്, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഇവരെ നല്ല പോലെ പരിഗണിക്കുക നമ്മൾ പറയില്ലേ, അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇവർക്ക് ആകെ ഒരു ഇഷ്ടം തോന്നും. അപ്പൊ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കുട്ടികളെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. അതുപോലെ തന്നെ അവർക്ക് അവർ ആ ഒരു എന്താ പറയാ നല്ല ആ ഒരു ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുമ്പോഴേക്കും അവർ അതിനകത്ത് നല്ലപോലെ വർക്ക് ചെയ്യും. അതേസമയം കമ്പൽ ചെയ്തോ അങ്ങനെയൊന്നും ചെയ്യാതെ രീതിയിൽ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവർ ചെയ്യും.
ചില പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. College should provide two-way communication channels. അതൊരു എന്താ പറയാ, പലപ്പോഴും ടീച്ചേഴ്സും അല്ലെങ്കിൽ അതോറിറ്റീസുമായിട്ട് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ വീക്ക് ആവുമ്പോഴാണ് പല പല പ്രോബ്ലംസും വരുന്നത്. അതേസമയം എന്തെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നല്ല രീതിയിൽ രണ്ടുപേരും അഭിപ്രായം പറയുന്ന രീതിയിൽ, രണ്ടുപേരെയും കേൾക്കുന്ന രീതിയിൽ, രണ്ടുപേർക്കും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാനൽ ആണെങ്കിൽ എല്ലാ പ്രോബ്ലവും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും, നല്ല ഐഡിയാസ് വരും. അതാണ് ഇപ്പൊ ടീച്ചേഴ്സും സ്റ്റുഡൻസും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ ആയിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വരണം. പിന്നെ അത് കോളേജ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഓരോ കോളേജിലും ഇപ്പൊ ആനുവൽ ഡേ, സ്പോർട്സ് ഡേ, അല്ലെങ്കിൽ ചിലപ്പോ ഫ്രഷേഴ്സ്, പുതിയ ബാച്ച് വരുമ്പോൾ ഫ്രഷേഴ്സ് ഡേ, ഒരു ബാച്ച് പോകുമ്പോൾ അവർക്കുള്ള ഫെയർവെൽ പാർട്ടി, കുറെ പ്രോഗ്രാംസ് വരുമല്ലേ. പിന്നെ ഓരോ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ മലയാളം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, അങ്ങനെ ഓരോ ബ്രാഞ്ചിനനുസരിച്ച് അവരുടെ ഓരോ എക്സിബിഷൻസ്, പ്രോഗ്രാംസ്, അങ്ങനെ പ്രോഗ്രാമിന് വലിയ ക്ഷാമമൊന്നും ഉണ്ടാവില്ല കോളേജൊക്കെ ആകുമ്പോൾ. അതുപോലെ തന്നെ സ്കൂളുകളിലും. പിന്നെ എലക്ഷൻ ഉണ്ട് അല്ലെ, മിക്ക സ്കൂളുകളിലും കോളേജുകളിലും എലക്ഷൻ ഉണ്ട്. പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ മീറ്റിംഗ്സ് നടക്കും. മീറ്റിംഗ്സ് നടക്കുമ്പോൾ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളെ വിളിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറും. അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രോഗ്രാംസിലും പ്രോഗ്രാം ആ രീതിയിൽ ഡിസൈൻ ചെയ്യണം, കുട്ടികളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ. കാരണം അവരോട് പഠിക്കുവാണ്, ഓരോ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. പിന്നെ അതുപോലെ തന്നെ ഈ സബ്ജക്ട് സ്റ്റഡിയിൽ മാത്രമാകാതെ തന്നെ കുട്ടികൾക്ക് പല രീതിയിലുള്ള കോഴ്സസും ഇവർ ഓഫർ ചെയ്യണം. പല രീതിയിലുള്ള ഇവരുടെ ബിഹേവിയറിൽ അത് മോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലും പിന്നെ പല പല കാര്യങ്ങളും, പല കോഴ്സസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചിലടത്ത് ജോബ്, ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസിന് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും മോക്ക് ഇന്റർവ്യൂ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, അവർക്ക് ഹയർ ലെവലിലേക്ക് പോകാനായിട്ടുള്ള സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അതെല്ലാം ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂള്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, ടീച്ചേഴ്സ്, ഇവരെല്ലാവരും കൂടെ ചെയ്യേണ്ടതാണ്. കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ പല ചലഞ്ചസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെ എങ്ങനെ അവർക്ക് നല്ല രീതിയിൽ ഫേസ് ചെയ്യാം, അവരെങ്ങോട്ട് വഴിതിരിച്ചു വിടണം. പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ, ജോബിനാണ് പോകുന്നതെങ്കിൽ അവർക്ക് അങ്ങനെ ആ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും, അതിന് പറ്റുന്ന പ്രോഗ്രാംസും, പിന്നെ പ്ലേസ്മെന്റ് സെല്ലൊക്കെ ചിലപ്പോൾ ചില കോളേജുകളിൽ ഉണ്ടാവുമല്ലോ, അവർക്ക് പല പല കമ്പനീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വന്ന കുട്ടികളെ ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ ജോലിക്ക് എടുക്കുന്നതും ആ രീതിയിലുള്ളതൊക്കെ നടത്തും. പബ്ലിക്ക് സമയം ഉണ്ടാവുമല്ലോ അല്ലെ പ്രസന്റ് ചെയ്യാൻ. നല്ല ടെൻഷൻ ഉണ്ട്, അതാണ് കുഴപ്പം. ഓക്കെ, ചില സ്റ്റുഡൻസിന്റെ ലാസ്റ്റ് പോയിന്റ് കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. ഒരു ആന്റി എഡ്യൂക്കേഷണൽ കോളേജസ് വേണം. കാരണം സ്റ്റുഡൻസിന് പല പല ഐഡിയാസ് അവരിങ്ങനെ പറയും, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ രീതി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ എന്തുതന്നെയാലും സ്റ്റുഡൻസ് ഒരു കാര്യം ഡിമാൻഡ് ചെയ്താലും അതിലെ എല്ലാ ചലഞ്ചസും പോസിറ്റീവും ഒക്കെ നോക്കിയിട്ട് വേണം തമ്മിൽ ഡിസ്കസ് ചെയ്ത് ആ രീതിയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണം അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്കത് വായിക്കാനുള്ളതേ ഉള്ളൂ. വായിക്കൂ എന്തായാലും. പിന്നെ എപ്പോഴും ഒരു ബാലൻസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പിലും ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. ആ ഒരു റെസ്പോൺസിബിലിറ്റി, അങ്ങനെ റിസപ്റ്റബിലിറ്റി, എല്ലാം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനും എന്തെങ്കിലും സൊല്യൂഷൻസ്, അതൊക്കെയാണ് ശരിക്കും ഗ്രൂപ്പ്. ഇവിടെയാണ് ശരിക്കും ഗ്രൂപ്പ് ഡൈനാമിക്സ് വർക്ക്ഔട്ട് ആവേണ്ടത്. ഒരാൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടതല്ല, പല കാര്യങ്ങളും പലപ്പോഴും തമ്മിൽ ആലോചിച്ച് അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് സപ്പോർട്ടിങ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്, അത് എടുക്കാന്നാണ് അമ്പിളി പറഞ്ഞത്. ഓക്കെ, ഞാൻ അമ്പിളിക്ക് കൈമാറുന്നു. ഞാൻ മ്യൂട്ട് ചെയ്യുവാണ്. വീഡിയോ ഓൺ ആക്കണോ? അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്താലോ? എങ്ങനെ? വീഡിയോ ഓൺ ആക്കാൻ പറ്റിയൊരു ഇതിലല്ല. കാണുന്നുണ്ടോ?
ആണോ? ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ടീച്ചറോട് വിഷ് ചെയ്തില്ല, ആദ്യം ടെൻഷൻ ആയി പോയി. ഗുഡ് ഈവനിങ് മിസ്. ഹായ് ഫ്രണ്ട്സ്. ഞാൻ എടുക്കുന്നത് നമ്മുടെ യൂണിറ്റ് 2 ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയാസിലെ സപ്പോർട്ടിംഗ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ തുടങ്ങി കിട്ടുന്നില്ലല്ലോ മിസ്സേ. നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണതയിൽ എത്തില്ല. ക്ലാസ് റൂം മാനേജ്മെന്റ് കൊണ്ട് മാത്രം എഡ്യൂക്കേഷൻ പൂർണ്ണതയിൽ എത്തില്ല. അതിന് സപ്പോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ക്ലാസ് റൂമിൽ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ലാണ്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി വേണം, എന്നാലേ കുട്ടികൾ ഡെവലപ്പ് ആവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിനുള്ള സപ്പോർട്ടിംഗ് ഡിവൈസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ലബോറട്ടറി എക്സ്പെരിമെന്റേഷൻ. നമ്മൾ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ലാബുകളിൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ലാബുകളിൽ. അതായത് പ്ലാന്റ് സെല്ലുകൾ, ചീക്ക് സെല്ലുകൾ കാണിച്ചു കൊടുക്കുക. അതുപോലെ അനിമൽ സെല്ലുകൾ, അങ്ങനെയുള്ള ജീവികളുടെ, അതുപോലെ ലീഫിനെ പറ്റിയിട്ട് ലീഫിലുള്ള സ്റ്റൊമാറ്റോ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സയൻസിൽ ബന്ധപ്പെട്ടിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ബോട്ടണി അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ലാബുകളിൽ കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. അവർക്ക് പുസ്തകത്തിൽ നേരിട്ടിട്ട് കണ്ട് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ഓർമ്മയിലിരിക്കുകയും ചെയ്യും, നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും നേരിട്ടിട്ട് ലാബിൽ പോയിട്ട് അവർ കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് പഠിക്കുമ്പോൾ. അതേമാതിരി തന്നെ ഈ ആസിഡുകൾ, ആൽക്കലികൾ അങ്ങനെയുള്ളതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. പിന്നെ ഇതാണ് നമ്മുടെ ഈ ബാക്ടീരിയ, ഇതൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ അവർക്ക് ഈ വൈക്കോലൊക്കെ നന്നായിട്ട് ഇഴുകിപ്പിച്ച് അതിന് ബാക്ടീരിയ കാണിച്ചു കൊടുത്തു എന്നൊക്കെ ഇവിടെ മക്കളൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടു പഠിക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കും. അപ്പൊ ലാബുകൾ ഒരു സ്കൂളിൽ അത്യാവശ്യമാണ്, എല്ലാ സ്കൂളുകളിലും ഉണ്ട് ലാബുകളൊക്കെ. പിന്നെ അടുത്തത് ഫീൽഡ് വർക്കാണ് വരുന്നത്. ഫീൽഡ് വർക്ക് ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ ഈ കൃഷി ചെയ്യിക്കാനൊക്കെ, കൃഷി ചെയ്യിക്കുക, അതുമാതിരി സീഡ്സ് വിതയ്ക്കാൻ വേണ്ടിയിട്ട്, ഞാറ് നടിക്കുക, അങ്ങനെയൊക്കെ ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേമാതിരി ചെടികൾ നട്ടുപിടിപ്പിക്കുക, അങ്ങനെയുള്ള ഫീൽഡ് വർക്കുകൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, അതേമാതിരി വൃദ്ധസദനങ്ങൾ, അങ്ങനെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള പിരിവുകൾക്ക് കുട്ടികൾ വരാറുണ്ട്. അങ്ങനെയുള്ള ഫീൽഡ് വർക്കുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ അവരതിൽ കൂടുതലും ജോഗ്രഫിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കും. അതുപോലെ തന്നെ ഈ വാട്ടർ റിസോഴ്സസിൻ്റെ അടുത്ത്, അതായത് റിവർ, ലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് അവരുടെ മണ്ണ്, ഏത് തരം മണ്ണുകൾ കാണുന്നു അത് ശേഖരിക്കുക, അതിനെ പറ്റിയിട്ട് ഒരു കുറിപ്പ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഫീൽഡ് വർക്കുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർ നേരിട്ടിട്ട് പഠിക്കുമ്പോൾ ബുക്കിൽ നിന്ന് വായിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും. പിന്നെ അതുമാതിരി തേർഡ് വൺ വരുന്നത് ലൈബ്രറി സ്റ്റഡി. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലൈബ്രറി എന്ന് പറയുമ്പോൾ നമ്മൾ പലതരം ബുക്കുകളാവുമ്പോൾ പലതരം അറിവുകൾ അവരവരുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ചിട്ടുള്ള ബുക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, പാഠപുസ്തകം അല്ലാതെ. അപ്പോൾ ഇഷ്ടമുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ മറ്റുള്ള ബുക്കുകളും വായിക്കുമ്പോൾ അതിനുള്ള അറിവുകൾ ഉണ്ടായിരിക്കും. ഒരു മിനിറ്റ് കേട്ടോ. അതെ, അമ്മ വിളിക്കുക. അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എവിടെയാപ്പം നിർത്തിയത് ഈശ്വര. ലൈബ്രറി പുസ്തകങ്ങൾ, നല്ല നല്ല ബുക്കുകൾ വായിക്കുമ്പോൾ അതിൽ നിന്നുള്ള അറിവുകളും കാര്യങ്ങളും നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും കുട്ടികൾക്ക്. പുസ്തകം നമ്മുടെ. പിന്നെ അടുത്തത് വരുന്നത് എഡ്യൂക്കേഷണൽ എക്സ്കർഷൻസ് ഓർ ടൂർസ് ആണ്, ഫീൽഡ് ട്രിപ്പുകൾ. അപ്പോൾ അത് ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ നമ്മൾ ഹിസ്റ്ററിയുടെ ബുക്കിലൊക്കെ കാണുന്ന ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ഇപ്പോൾ റെഡ് ഫോർട്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള താജ്മഹൽ, അങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണിക്കാം.
അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ കാണിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള മോസ്കുകള്, ടെമ്പിള്, ചർച്ച്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുക, അവരതൊക്കെ പരിചയപ്പെടുക, അതൊക്കെ ചെയ്യുക. പിന്നെ ഹോം അസൈൻമെന്റ് അടുത്തത് വരുന്നത്. നെക്സ്റ്റ് ഹോം അസൈൻമെന്റ് മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസൈൻമെന്റുകൾ. അതുമാതിരി തന്നെ കുട്ടികൾ, എൻ്റെ മോനൊക്കെ വന്നിട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ പുല്ല് ഒക്കെ പറിച്ചിട്ട് അതിൻ്റെ വേരുകൾ, അതിൻ്റെ ലീഫ്, ഒരു തരം വേരിന് ഒരു തരം ലീഫ്, വെനേഷനൊക്കെ റെറ്റിക്കുലർ വെനേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ എഴുതിയിട്ട് നല്ല അതിന് പറ്റിയിട്ട് കുറിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അതൊക്കെ ബുക്കിൽ പഠിക്കാനുണ്ട്. പക്ഷെ എന്നാൽ അവർ സ്വന്തം ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചെയ്യുമ്പോൾ അവരത് മറക്കാതെ ഒരു കാലത്തും മറക്കില്ല. അത് ഇപ്പോഴും കണ്ടാൽ പറയും ഇത് ഇന്ന ലീഫാണ്, അപ്പൊ ഇന്ന വേരാണ്, അതിന് റൂട്ട് വേരാണ്, അങ്ങനെ റൂട്ട് എന്താണ് എന്തോ അതിന് പറയും. അങ്ങനെയുള്ള വേരുകൾ മറന്നുപോയല്ലോ കിട്ടും. അപ്പൊ അതൊക്കെ അങ്ങനെ അവർ പഠിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ഓർമ്മയിലേക്ക്. ഹോം അസൈൻമെന്റ്, അതുമാതിരി സെൽഫ് സ്റ്റഡി അസിമിലേഷൻ. അടുത്തത് സെൽഫ് സ്റ്റഡി അസിമിലേഷൻ, അതായത് സ്വന്തമായിട്ട് പഠിക്കുക, ഒന്നിച്ചിരുന്നിട്ട് പഠിക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ട്യൂട്ടോറിയൽ ഫോർ റെമഡിയൽ ടീച്ചിങ്, അമ്പിളി അത് വീക്കായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ ചോദിക്കൂ, അത് കഴിഞ്ഞിട്ട് വന്നോ. അമ്മ അല്ല, അതേ ആവശ്യം ഉണ്ടായിട്ടല്ല. അമ്മ ഇങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ഒരു കാര്യം അതാ ഞാൻ അത്രയ്ക്ക് ഇപ്പൊ വരാന്ന് പറയണത്. അമ്മയുടെ അടുത്ത് അമ്മ ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലും അമ്മ വന്നിട്ട് അവനെ പിടിക്കുക പോയി ചോദിക്കും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോ അമ്മയ്ക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല അന്ന് ടീച്ചറുടെ അടുത്ത്. അതാ ഞാന് അപ്പോ അതിന്റെ ഒരു ഫ്ലോ പോയി. ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരുന്നു. ടെൻഷനും ഉണ്ട് അത്യാവശ്യം. അസൈൻമെന്റ് സെൽഫ് സ്റ്റഡി ട്യൂട്ടോറിയൽ ഫോർ റെമഡിയൽ ടീച്ചർ. പറയൂ ടീച്ചറെ. ഒന്നുമില്ല സുജാതയുടെ ഒരു മെസ്സേജ് വന്നത് ശരിയാന്ന് ഞാൻ പറയുമായിരുന്നു. ചുമ്മാ ഒന്ന് പോയി നോക്കിട്ടോ ആ മെസ്സേജ്. ഞാൻ കണ്ടില്ല, ഞാൻ നോക്കി. അങ്ങനെ തോന്നിയോ? പിന്നെ ട്യൂട്ടോറിയൽ ഫോർ റെമഡിയൽ ടീച്ചിങ്, അതായത് വീക്കായിട്ട് നിൽക്കുന്ന കുട്ടികളെ, കുറച്ച് ബാക്കിലേക്കുള്ള കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് കണ്ടെത്തിയിട്ട്, പിന്നെ അതുമാതിരി തന്നെ ട്രീറ്റ്മെന്റിലൊക്കെ കഴിയുന്ന കുട്ടികളുണ്ടാവും. നമ്മളെ സ്കൂളിലേക്ക് സ്ഥിരം വരാൻ കഴിയാത്ത ഓരോ അസുഖങ്ങളായിട്ടും അങ്ങനെയുള്ള കുട്ടികൾ കണ്ടെത്തുന്നവർക്ക് ഇൻഡിവിജ്വലായിട്ട് ടീച്ചിങ് കൊടുക്കുക, റെമഡിയൽ ക്ലാസ്സസ് കൊടുക്കുക, അങ്ങനെ ട്യൂഷൻസ് ഒക്കെ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ അതിൽ എന്താ വെച്ചാൽ മെയിനായിട്ടും ഒരുമിച്ചിട്ടുള്ളൊരു പഠിപ്പിക്കലല്ല, ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ട് ഓരോരുത്തർക്ക് വേണ്ട രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന അടുത്ത ഒരു ഇതിലൂടെയും, പിന്നെ ഗൈഡൻസ് സർവീസ്. ഈ ആക്ഷൻ റിസർച്ച് പറയുന്നത് അവരെ നന്നായിട്ട് റിസർച്ച് ചെയ്ത് അവർ ഏത് കുട്ടികളെ ഏതൊക്കെ തരത്തിൽ ചെയ്യണം എന്നുള്ളതും പിന്നെ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതും ഒക്കെയാണ് അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് ഈ ട്യൂട്ടോറിയൽ റെമഡിയൽ ക്ലാസ്സസ് വരുന്നത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി ഇത് വായിച്ചപ്പോൾ. ശരിയാണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. ഞാൻ അത്യാവശ്യം ടെൻഷനുള്ള കാര്യമാണ്. ശരി, ഓക്കെ മിസ്, താങ്ക് യു ഫ്രണ്ട്സ്. ശരിക്കും ഇതിൽ കുറെ ആസ് എ പാരന്റ് നമ്മളെല്ലാരും ഇൻവോൾവ് ആയിട്ടുണ്ടാവും. കാരണം നമ്മുടെ കുട്ടികൾ ഇത് റിലേറ്റഡ് ഇപ്പൊ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും കളക്ട് ചെയ്ത് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാരും തന്നെ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ടിങ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് അവർക്ക് വേണ്ടിയിട്ട് പല പ്രോജക്റ്റും പല കാര്യങ്ങളൊക്കെ അത് ഇവിടെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. ഓക്കെ, അതായിരുന്നു ഓരോ കാര്യങ്ങളും. ഫീൽഡ് വർക്ക് പലപ്പോഴും NSS ക്യാമ്പുകളൊക്കെ നടക്കുന്നു, അല്ലാതെ തന്നെ ഫീൽഡ് വർക്കിന് കുട്ടികളെ കൊണ്ടുപോകും. പിന്നെ അതിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കും. പലപ്പോഴും സ്കൂളിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽഡ് വർക്ക് പോലെ തന്നെ ഒരു സർവേ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കായിരുന്നു അത്. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ടിങ് ഡിവൈസസ് ആ സർവേയിലൂടെ എനിക്ക് ഇന്നൊരു വൈവയ്ക്ക് നിന്നപ്പോ നമ്മുടെ രേഷ്മ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല,
രേഷ്മ ചെയ്ത സർവേ, രേഷ്മ പറയും അത് എൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാനും ചിന്തിച്ചത്. രേഷ്മ അത് പറഞ്ഞപ്പോ ശരിയാണല്ലോ, നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു സർവേ അല്ല അത്. ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ, നമ്മൾ പല പല ലെവൽസിലുള്ള ആൾക്കാരുടെ. രേഷ്മ 20 പാരന്റ്സിന്റെ കണ്ടക്ട് ചെയ്തിരുന്നു. ഞാൻ മിനിമം 5 എന്നേ പറഞ്ഞുള്ളൂ. ബട്ട് രേഷ്മ അത് 20 പേരിൽ നിന്നും കളക്ട് ചെയ്തു. രേഷ്മ രേഷ്മ വർക്ക് ചെയ്യാൻ, രേഷ്മയ്ക്ക് ജോബും കിട്ടിയിട്ടോ, വർക്ക് ചെയ്യാൻ പോകുന്ന സ്കൂളിലെ എല്ലാ പാരന്റ്സിന്റെയും എല്ലാവരുടെയും കളക്ട് ചെയ്ത് ആ റിപ്പോർട്ട് വലുതാക്കി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് സ്റ്റഡി നടത്താനാണ് രേഷ്മയുടെ പ്ലാൻ. രേഷ്മ പറയും നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ല അത്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ രേഷ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. രേഷ്മ പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന പാരന്റ്സിന്റെ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്തത്. 5 എണ്ണം ഒപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തില്ല, വളരെയധികം അതിൽ എഫേർട്ട് എടുത്തു. സോ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും സർവേ ചെയ്തു. അതാണ് എനിക്ക് സർവേ അറിയണം, നിങ്ങൾ എന്താ ചെയ്തത്. എനിക്കത് നിങ്ങൾ ഇപ്പം ഈവൻ ചിലര് റിപ്പോർട്ട് ആക്കിയിട്ടില്ല, കളക്ട് ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞത് നിങ്ങൾ അനലൈസ് ചെയ്തതൊന്ന് പറയൂ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ, ഇതറിയാനാണ് എനിക്ക് ആഗ്രഹം. അല്ലാതെ അത് നിങ്ങൾ എങ്ങനെ ബൈൻഡ് ചെയ്തു, അതെങ്ങനെ ഡിസൈൻ ചെയ്തു, അതിനകത്ത് നിങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളത്. നിങ്ങൾ ആ സർവേ ചെയ്യാൻ പോയി ഡേറ്റ കളക്ട് ചെയ്തു. അത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓരോ പാരന്റ്സിന്റെ നിന്ന് കിട്ടിയ അതിനെ നിങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്തു, നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ, എവിടെയെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് തോന്നിയോ, അവരാവശ്യപ്പെട്ടോ, ഇത്രയും കാര്യം മാത്രമേ ഞാൻ സർവേയെ കുറിച്ച് ചോദിച്ചുള്ളൂ. ആ റിപ്പോർട്ട് എങ്ങനെ ഇരിക്കുന്നത് കാണിക്കാനോ, അതിലെങ്ങനെ പേജ് സെറ്റ് ചെയ്തു എന്നോ, പേജ് എങ്ങനെ ഡിസൈൻ ചെയ്തു ഒന്നും ഞാൻ നോക്കിയില്ല. ബട്ട് വെൻ യു ഗോ ഫോർ ആൻ ഇന്റർവ്യൂ, അതൊരു സിസ്റ്റമാറ്റിക് ആക്കി വെക്കണം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ അതൊരു റിപ്പോർട്ട് ആക്കി തന്നെ ടൈം ഓഫ് വൈവ നിങ്ങൾ അത് ചെയ്തു എന്നുള്ളത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ബട്ട് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ സർവേ ചെയ്തു, അത് വളരെ കാലിക പ്രധാനമായ ടോപ്പിക്കാണ്. സയന്റിഫിക് ആണോ ചൈൽഡ് കെയർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഓക്കെ, പിന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് സ്വയം തോന്നുവാണ് ഇതൊന്ന് ഡേറ്റ കളക്ഷൻ ചെയ്താൽ നന്നായിരിക്കുന്നു തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ഓൾസോ. പിന്നെ രേഷ്മ കുറെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആഡ് ചെയ്തു, ഞാൻ പറഞ്ഞിരുന്നു. റെലവെന്റ് അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാറ്റാം, ചിലത് ചേർത്താൽ നന്നായിരിക്കും തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെ രേഷ്മ ഗ്രാൻഡ് പാരന്റ്സ് ഉള്ള വീടാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോ യൂറോപ്യൻ കൺട്രീസ് റിസർച്ച് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഗ്രാൻഡ്മ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ കുട്ടിയെ വഷളാക്കി എന്ന് പറയും. ശരിക്കും ഒരു ഗ്രാൻഡ്മ കൺസെപ്റ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് യൂറോപ്യൻ കൺട്രീസ് എന്താ പറയാ ഇപ്പം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കുഞ്ഞുങ്ങളെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ വളരണം, അവരിൽ നിന്നും വാല്യൂസ് കിട്ടുന്ന കഥകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതാണ് അമ്മയും അച്ഛനും വളർത്തട്ടെ കുട്ടിയെ, പക്ഷെ അവിടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് വേണം. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് പല മോറൽ വാല്യൂസും കിട്ടും. അച്ഛനും അമ്മയും തിരക്കിൽ പിടിച്ച് ഓടുമ്പോ ഈ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, കൂടുതലും ഗ്രാൻഡ് മദറിനെയാണ് പറയുന്നത്. കാരണം നമ്മളുടെ ലേഡീസിന്റെ ബോഡിയെ പാകപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെയാണ്. ഇപ്പം നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി, നമ്മളുടെ കുഞ്ഞുങ്ങള് കല്യാണം കഴിച്ച് അവർക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഗ്രാൻഡ് മദറായി. ആ സമയത്ത് നമ്മളുടെ ആ കഴിവ് നഷ്ടപ്പെടുക, അമ്മയാകാനുള്ള കഴിവ് നമുക്ക് ആ ഏജ് ആകുമ്പോഴേക്കും നഷ്ടപ്പെടും. അതാണ് ഗ്രാൻഡ് മദർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം പ്രായമായ ഒരു മെയിലിനാണെങ്കിൽ ആ ഒരു കഴിവ് 90 ഇയേഴ്സ് വരെ ഉണ്ട്. പക്ഷെ ഒരു ഫീമെയിലിന് 50-55 ആവുമ്പോൾ ആ ഒരു കഴിവ്, അമ്മയാകാനുള്ള കഴിവ് നഷ്ടപ്പെടുക. കാരണം അവരടുത്ത റോൾ ഏറ്റെടുക്കാറായി, ഗ്രാൻഡ് മദർ എന്നുള്ള റോള് ഏറ്റെടുക്കാറായി നിൽക്കുക. അതുകൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെ, നേച്ചർ തന്നെ സ്ത്രീകളെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെയാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞിനെ നോക്കാൻ അമ്മയും അച്ഛനും മാത്രം പോരാ, ഗ്രാൻഡ് മദർ വേണം. അവിടെ പ്രയോറിറ്റി ഗ്രാൻഡ് മദറിനാണ്, ഗ്രാൻഡ് ഫാദറിനേക്കാളും. അതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടായപ്പോ ആണ് അഡോളസൻ ഗ്രൂപ്പ് വഴിതെറ്റുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഗ്രാൻഡ് മദേഴ്സ് ആർ അഡിക്റ്റഡ് ടു സീരിയൽസ് എന്നല്ലേ. കാരണം അവരെ മൈൻഡ് ചെയ്യുന്നില്ല ആരും. പിള്ളേര് മൊത്തം ഡിജിറ്റൽ വേൾഡിൽ മൊബൈലുമായിട്ട് പോയില്ലേ, അവർക്ക് കുഞ്ഞുങ്ങളെ കൈ കിട്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അവര് സീരിയലിന് അഡിക്ഷൻ ആയാലും നമുക്ക് തെറ്റൊന്നും പറയാനില്ല. ഓക്കെ ഫൈൻ. ഇങ്ങനത്തെ റിസർച്ച് യൂറോപ്യൻ കൺട്രീസ് നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുപോയി റിസർച്ച് ചെയ്യാണ്. നമ്മളിവിടെ അവരുടെ ലെവലിലേക്ക് ജീവിക്കാൻ നോക്കും. കുട്ടികളെ വഷളാക്കുന്നതിൽ വായിച്ചില്ലല്ലോ. മോർ എക്സ്പീരിയൻസ് ഫ്രം ലൈഫ് ടു ഷെയർ ടു കിഡ്സ്. യെസ്, കേരളത്തെ സംബന്ധിച്ച് കുട്ടികളെ വഷളാക്കുന്നതിൽ നല്ലൊരു പങ്ക് ഗ്രാൻഡ് പാരന്റ്സിനുണ്ട്.
അതാണ് ഇപ്പൊ കണ്ടത് എന്റെ സെയിം. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം വെച്ചിട്ടാട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഒരു 30 കുട്ടികളോളം ഉണ്ട്. പക്ഷെ അതിലൊരു ഏകദേശം ഒരു 20 കുട്ടികളുടെ പാരന്റ്സ് എന്നോട് ഇവിടെ വന്ന് ഇരുന്ന് കരഞ്ഞ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും അവരെന്ന് വെച്ചാൽ ആ കുട്ടികൾ പാരന്റ്സ് ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ, ഒന്നും ചെയ്യാതെ തന്നെ പാരന്റ്സ് പടിയടാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉറക്കെ അങ്ങ് കരഞ്ഞു കാണിക്കും. സംഭവം റൂമിലാ. പക്ഷെ ഈ അമ്മ നിരപരാധിയാ. അമ്മ ഒരു അക്ഷരവും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ അമ്മ പടിയടാന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ പുറത്തിരിക്കുന്ന ഗ്രാൻഡ് പാരന്റ്സ് വിചാരിക്കുന്നത് എടുത്തിട്ട് നല്ലപോലെ അങ്ങ് അടിച്ചു. ഉടനെ തന്നെ മരുമകളെ പിന്നെ പറയുന്നൊന്നും ഒരു രക്ഷയില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ, ഈ അമ്മയെ വക വെക്കുന്നില്ല. അപ്പന്മാരെല്ലാരും മിക്കവാറും ഗൾഫിലൊക്കെയാണ്. പക്ഷെ കുട്ടികൾ മാർക്ക് കുറയുമ്പം ഏറ്റവും കൂടുതൽ എന്തു പറയുന്നത്, പഴി കേൾക്കുന്നത് മുഴുവൻ ഈ അമ്മമാർക്ക്. ഈ പറയുന്ന ഗ്രാൻഡ് പാരന്റ്സ് ഉൾപ്പെടെ ആരെയായിരിക്കും പറയുന്നത്. പക്ഷെ അവർ പഠിച്ച് നല്ലൊരു കളക്ടർ ആയി കഴിഞ്ഞാൽ പറയും ഞങ്ങളാണ് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ വഷളായി കഴിഞ്ഞാൽ അതിന്റെ ഒരേ ഒരു ഉത്തരവാദി അമ്മ മാത്രമാണെന്നേ പറയത്തുള്ളൂ. ഓരോ കുട്ടികളുടെ അനുഭവം അവർ വന്നിരുന്നു കരഞ്ഞു പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പാരന്റ്സിനുള്ള അവയർനെസ് സെഷൻ മാത്രമല്ല, ഗ്രാൻഡ് പാരന്റ്സിനുള്ള അവയർനെസ് സെഷൻ കൊടുക്കണം. തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യം. ഒരു രക്ഷയില്ല. കാര്യം പകുതിയിലധികം കുട്ടികൾ ഇവിടെ വഷളായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ അനുഭവത്തിൽ പറയുക. എന്റെ കയ്യിലോട്ട് കിട്ടുന്ന 2ലും 3ലും പഠിക്കുന്ന കുട്ടികൾക്ക് അക്ഷരം പോലും അറിയത്തില്ല. കാരണം അവർ അക്ഷരം പഠിക്കുന്ന സമയത്ത് വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പം ഈ ഗ്രാൻഡ് പാരന്റ്സ് അതിൽ ഇടപെട്ട് ഇപ്പൊ എന്തുവാ 4ലും 5ലും ഒക്കെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാക്കുക. കാലു പിടിക്കുക ഓരോ ട്യൂഷൻ സെന്ററിന്. ആ കുട്ടികൾ അത്രയും താഴോട്ട് പോയെന്നുള്ളതാണ്. അപ്പൊ പക്ഷെ ആ സമയത്ത് നല്ല രീതിയിൽ ബേസ് കിട്ടിയ കുട്ടികളെല്ലാം മുന്നോട്ട് കയറി പോകുന്നുണ്ട്. അപ്പം മിക്ക സ്ഥലങ്ങളിലുള്ള പിന്നെ അതുപോലെ തന്നെ അപ്പം ഗൾഫിലേക്ക് ആകുമ്പോഴത്തേക്ക് അവരെ വിളിക്കുമ്പോൾ പറയും കുട്ടികളെ വെറുതെ എടുത്തിട്ട് അടിക്കുകയാണെന്ന് പറഞ്ഞു കൊടുക്കും ഭാര്യമാരെ കുറിച്ച്. അവരുടെ പഴിയും കൂടെ ആര് കേൾക്കണം? കുട്ടികളോട് ചോദിക്കുമ്പോൾ പിള്ളേർക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങൾ എപ്പോഴും എങ്ങനെ ചെയ്യത്തുള്ളൂ? ഞാൻ പറഞ്ഞില്ലേ ഡിഫൻസ് മെക്കാനിസത്തിലുണ്ടല്ലോ, അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവരെന്തും പറയും. കൊച്ചു കുഞ്ഞുങ്ങളാ. പക്ഷെ അത് ഗ്രാൻഡ് പാരന്റ്സിന്റെ വലിയൊരു സ്വാധീനം ഉണ്ട് ഇതിനകത്ത്. ഞാനത് അനുഭവിക്കുന്ന ആയതുകൊണ്ടായി പറയുന്നത്. അനുഭവിച്ച ഞാൻ ഇവിടെ വരുന്ന കുട്ടികളിൽ ഒരു 90% എന്റെ മുന്നിൽ ഇരുന്ന് കരയും അമ്മമാര്. പക്ഷെ ഞാൻ അവർക്ക് നമ്മൾ എന്തോ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നമ്മുടെ കയ്യിലായി തന്നിരിക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്തം. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം വെച്ചാല് ഈ ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ടുള്ളവരില് അവരൊരു നല്ലൊരു ഏജ് ആയിരുന്ന സമയത്ത് വളരെ സ്പിരിച്വാലിറ്റി, പേഷ്യൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അവരൊരു 80+ ഒക്കെ ആവുമ്പോഴാണ് ഇവരുടെ ആ ബിഹേവിയർ മാറുന്നത്. എല്ലാരിലും ബിഹേവിയർ ചേഞ്ചസ് വരുന്ന പോലെ അവർക്ക് ഈ 60+ ആയി കഴിയുമ്പോ തുടങ്ങി മാറിത്തത് നമ്മൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് പറയുന്നത്. അവർക്ക് അവരുടെ വാല്യൂസ് അവര് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോ ഇപ്പോഴത്തെ കുട്ടികള് അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്ഡേറ്റഡ് ആകാറുണ്ട്, ചിലരെ ഓക്കെയാണ്. പക്ഷെ ചില മീൻസ് ഒരു 85% ആൾക്കാരും അപ്ഡേറ്റഡ് ആവാൻ അവര് വില്ലിങ് അല്ല. അതില് ഒരുപാട് സഫർ ചെയ്യും. എല്ലാരും സഫർ ചെയ്യും. മാം എന്റെ ഹസ്ബൻഡിന്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആണ്. ആള് സപ്പോർട്ട് ചെയ്യും. പ്ലസ് ഈ പറഞ്ഞ പോലെ സീരിയലിന്റെ ടൈമിൽ സീരിയൽ കാണുകയും ചെയ്യും. പക്ഷെ കുട്ടികൾക്ക് പറയുന്ന വാല്യൂസ് ഒക്കെ എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ആണ് ആൾക്ക്. അപ്പൊ ആൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ പറയും മോളെ അമ്മ വിളിച്ചില്ല. ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരിക്കും, ഹസ്ബൻഡ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചെന്നുണ്ടെങ്കിലും ഇവരടുത്തുള്ളത് എനിക്ക് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ ഞാന് എന്താ പറയാ ഡോറ് തുറന്നിട്ടിട്ട് ഇവര് അങ്ങോട്ട് പോകും. ഞാൻ അവർക്കൊരു എന്താ പറയാ പോവരുതെന്നോ അങ്ങനെയൊന്നുമില്ല. ഇവര് അമ്മാമ്മയുടെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അല്ലാണ്ട് അപ്പാപ്പന്റെ വീട്ടിലോട്ടെന്നാ പറയില്ല. അപ്പൊ ഞാൻ പറയും മോളെ അത് അപ്പാപ്പന്റെ വീട്, അമ്മാമ്മയുടെ വീടല്ല. അപ്പൊ അവിടെ അമ്മാമ്മയാണ് അവരുടെ റോൾ മോഡൽ എന്ന് പറയാം. അവര് എന്തുണ്ടെങ്കിലും ഞങ്ങൾ അമ്മാമ്മോട് ഗുഡ് മോർണിംഗ് പറയാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കാലത്ത് പോകുന്നത്. അപ്പൊ ഞാൻ മോളെ അപ്പാപ്പനും കൂടി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞോളോ എന്ന് പറഞ്ഞു വിടും. അങ്ങനെ നല്ല ഇതാണ്. അപ്പാപ്പൻ വരണത് കുറവായിരിക്കും. അതായിരിക്കും. പിന്നെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടാവും അമ്മാമ്മ.
നല്ല കാര്യങ്ങൾ കഥകൾ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് അമ്മാമ്മയാണ് കൂടുതൽ. അപ്പാപ്പൻ അവിടെ എല്ലാം വാങ്ങി കൊണ്ട് കൊടുക്കും, പക്ഷെ സംസാരം കൂടുതൽ അമ്മാമ്മയാണ്. അപ്പൊ അതുകൊണ്ട് അമ്മാമ്മയുടെ ഭയങ്കര പെറ്റാണ്. സെയിം വെയും നേരത്തെ സ്മിത പറഞ്ഞ പോലെ തന്നെ ഒന്ന് കരഞ്ഞാ അപ്പൊ അവിടെ നിന്ന് വരും, നീ തല്ലിയോ അവരെയും ചോദിച്ചിട്ട്. ഞാൻ പറയും എന്റെ അമ്മയോ ഒന്ന്, കാരണം വീട് ഇത്തിരി ബിഗ് ആയതുകൊണ്ട് എക്കോ ഉണ്ട്. അപ്പൊ ചെറിയ കരച്ചിലാണെങ്കിലും പുറത്തോട്ട് കേൾക്കുന്ന നല്ല സൗണ്ടില്ല. അപ്പൊ ഞാൻ എന്നെ നല്ല അടി കിട്ടിയതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു 4 വയസ്സ് 5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് അടി കിട്ടും. കാരണം അവര് തല്ലില്ല, പിന്നെ ഹസ്ബൻഡ് ഇല്ല, അപ്പൊ പിന്നെ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ ഇന്ന് കിട്ടും. അപ്പൊ ബെറ്റർ ഇവിടെ നിന്ന് കിട്ടി പോകുന്നതായിരിക്കും. അപ്പൊ ഞാൻ കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊടുക്കും. അങ്ങനെയാണ്. ഓക്കെ, വെരി ഗുഡ്. നമ്മളുടെ ഓരോരുത്തരുടെ പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് ചേഞ്ചസ്, ബട്ട് ഒരു ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് അവർക്കും ഒരു അവയർനെസ് പോലെ കൊടുത്ത് അവരെ മോൾഡ് ചെയ്യണം, പാരന്റ്സിനെ മോൾഡ് ചെയ്യണം, കുട്ടികളെ മോൾഡ് ചെയ്യണം. അതുകൊണ്ട് ഓരോ എല്ലാ സ്റ്റെപ്പിലും എല്ലാ ലെവൽസിലും നമ്മൾ ഇന്റർവ്യൂൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ ഓക്കെ, കണ്ടില്ലേ അമ്മ വന്ന് ചോദിച്ചത് കണ്ടില്ലേ, എന്റെ ചെറിയ മോനെ അവനെവിടേക്കാ പോയി എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. അവൻ കുറച്ച് വഷളായിട്ടുണ്ട് സ്വഭാവം. തല്ലാനും ഒന്നും പാടില്ല. തല്ലി കഴിഞ്ഞാല് അനിയൻകുട്ടനെ എവിടേക്കാ പോയി, അവനൊരു 5 മിനിറ്റ്, അവനാണെങ്കിൽ എല്ലാ വികൃതിയും ചെയ്യും. ഒന്ന് തല്ലി കഴിഞ്ഞാൽ എന്തിനാ അതിനെ തല്ലണെന്ന് ചോദിച്ചിട്ട് ചീത്തയും പറയും. അങ്ങനെയാണ്. അപ്പൊ പാരന്റ്സ് അങ്ങനെയാണ്, ഗ്രാൻഡ് പാരന്റ്സ്. പക്ഷെ മൂത്തവരെ വല്ലാണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കുറച്ച് അനുസരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന് ലേശം കുറവാ. ഇപ്പോഴും അവൻ ചെറിയ കുട്ടിയാണെന്ന്, 11 വയസ്സായി. ഇപ്പോഴും അമ്മയുടെ വിചാരം ചെറിയ കുട്ടിയാണെന്ന്. തല തോർത്തി കൊടുക്കുക, അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അത് ചെയ്തു കൊടുക്കുക, ഇത് ചെയ്തു കൊടുക്കുക. രാവിലെ ആയ ഒരു സൗകര്യം ഒന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് വിളിക്കുക ചെയ്യാൻ. ഞാൻ അവിടേക്ക് പറഞ്ഞയച്ചതാ, വല്യച്ഛൻ്റെ അവിടേക്ക്. ഞാനിങ്ങനെ എടുക്കുമ്പോ സൗണ്ട് ഉണ്ടാക്കും ഭയങ്കരമായിട്ട്. അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല, 3 പേരും കൂടിയാലേ. അപ്പൊ എവിടേക്കാ പോയിന്ന് വെച്ചപ്പോ കുറച്ച് നേരത്തെ ഞാൻ ചോദിച്ചപ്പോ അങ്ങോട്ട് പോയിണ്ടായിരുന്നു. ഇപ്പൊ അത് മറന്നിരിക്കുന്നു തോന്നുന്നുണ്ട്. പിന്നെയും വന്നിട്ട് അനിയൻകുട്ടനെ എവിടെ ചോദിക്കാ വന്നിട്ടേ. അതാണ്, അങ്ങനെയാണ് അവർക്ക്. എനിവേ, അവരുള്ളത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം ഇല്ലാത്തതിന്റെ നല്ല ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചത്. ഓക്കെ, ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെയാണ് അതിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങോട്ടൊക്കെ പോവാനായിട്ട്. കാരണം അപ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ കാര്യം അവരങ്ങ് ഏറ്റെടുക്കും. പിന്നെ കുറേയൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാറില്ല കുട്ടികളുടെ ചില കാര്യങ്ങൾ. കുട്ടികളെ നമ്മളെ തന്നെ അപ്രോച്ച് ചെയ്ത് വരുള്ളൂ. കാരണം അവരെ വളർത്തിയത് ഞാൻ മാത്രമായിരുന്നുണ്ട്. എന്റെ കൂടെ തന്നെ ആയത് കാരണം ഗ്രാൻഡ് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടേണ്ടത് പലതും കുട്ടികൾക്ക് മിസ്സായിട്ടുണ്ട് ഏജിനല്ലേ. അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയായിരുന്നു, നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. ഓക്കെ, പേഴ്സൺ ടു പേഴ്സൺ ഇത് മാറും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. Okay, fine. So, thank you so much. Have a nice day. Bye. Thank you, ma'am. Good night, ma'am. മാം, ഞാന് മറ്റേ നമ്മുടെ വൈവയുടെ ക്ലാസ്സിന് ഞാൻ മൺഡേ ഓർ ട്യൂസ്ഡേ 8 to 9 ആണ് കൊടുത്തിരുന്നത്. ഇപ്പൊ മൺഡേയുടെ ലിസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനകത്ത് പേരില്ല. 8 to 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 8:50 to 9 ഉള്ള ടൈമിംഗ് മാത്രമാണ് ആ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സിജി, നമ്മുടെ MT1 വൈവ പാരലലി നടക്കുകയാണ്, അവരുടെ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അവർ 8 to 9 കൊടുത്തവരുടെ ആ ഫസ്റ്റ് 2 സ്ലോട്ട് ഏതെങ്കിലും 2 കുട്ടികൾ എന്തോ ഉണ്ട്, അവർക്ക് കഴിഞ്ഞിട്ട് 8:15 നിങ്ങൾക്ക് തുടങ്ങുള്ളൂ. മനസ്സിലായോ? ഓക്കെ മാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വെനസ്ഡേയും അവിടെ നിന്ന് അങ്ങോട്ട് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മൺഡേ ട്യൂസ്ഡേ ഇനിയിപ്പം സാധനങ്ങളൊക്കെ ഇത് കുറെയൊക്കെ എന്താ പറയുക ഫ്ലാഷ് കാർഡൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഞാനെല്ലാം മൺഡേ ട്യൂസ്ഡേ 8 to 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിലേക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ ഈവനിങ് സ്ലോട്ട് കൊടുത്തത്. അപ്പൊ ഇനി ട്യൂസ്ഡേയില് സ്ലോട്ട് വരുമോന്ന് അറിയില്ല അതിന്റെ. അപ്പൊ ഞാൻ വെയിറ്റ് ട്യൂസ്ഡേ ഞാൻ ഉണ്ട്. അവളുടെ എക്സാം കഴിഞ്ഞിട്ട് അവളെ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ അവളെ വിളിക്കാൻ പോകും. പോയിട്ട് അപ്പൊ ഉച്ചവരെ എക്സാം ഉണ്ടല്ലോ. അപ്പൊ പോയിട്ട് 8 മണിക്ക് മുമ്പ് ഞാൻ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ട്യൂസ്ഡേയിലെ സ്ലോട്ട് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അത് ഈ ഒരു വീക്കിലെ ചേഞ്ചസ് ആണിത്. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ നമ്മളുടെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ടൈം സ്ലോട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ലോട്ട് വെച്ച് പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മളുടെ അവൈലബിലിറ്റിയും കൂടെ മാച്ച് ആവുന്നുണ്ടോ നോക്കിയാണ് നമ്മൾ സ്ലോട്ട് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജനറലി ഒരു 3 മണി കൊടുക്കാനേ പറ്റുള്ളൂ. അല്ല, അപ്പൊ മാം ഗ്രൂപ്പിൽ ഇട്ടിരുന്നു എന്ന് പറഞ്ഞു 9 to 9:30. അതും എനിക്ക് ഓക്കെ ആണ്. മൺഡേ ഓർ ട്യൂസ്ഡേ 9 to 9:30 ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണ്. വരുവാണെങ്കിൽ ഇപ്പൊ 8 to 9 ഓക്കെ. ആ 8 to 9 വന്നിട്ടില്ല, പക്ഷെ 9th ആഫ്റ്റർ 9 ഞാൻ ഓക്കെ ആണെങ്കിൽ ആ ടൈമിലേക്ക് ഇടാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ലിസ്റ്റ് കിട്ടിയില്ല. ഞാൻ ഇന്ന് തന്നെ കൊടുത്തേനെ.
മൺഡേയിലത്തെ ഇട്ടേനെ. ഇതിപ്പോ മൺഡേ അതില്ലാതെയുള്ള ലിസ്റ്റ് ആയിട്ടിരിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. ലിസ്റ്റ് ഒക്കെ ഇതിലെ ആൾക്കാരൊക്കെ ഓരോരുത്തര് ഫസ്റ്റ് ഇട്ടിരുന്നു. അവര് ചിലവരൊക്കെ 8 to 9 അങ്ങനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 9:30 വരെ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാരണം വീട്ടിൽ എനിക്ക് ആ ടൈം ആകുമ്പോൾ ഇവരെല്ലാം ഒന്ന് സെറ്റിലായി ഉറങ്ങിയപ്പോ ഞാനൊന്ന് എന്താ പറയാ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല കുട്ടികളിൽ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കുകയും വേണം. നിങ്ങൾക്ക് കുറെ പേർക്ക് ആ ഒരു ടൈം കൺവീനിയന്റ് ആയിട്ടുള്ള ആൾക്കാർ ആ പേര് തരാൻ പറഞ്ഞ് ഞാൻ ശില്പോട് പറഞ്ഞത് അതായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ ഇട്ടേനെ. കാരണം എന്തായാലും 9-10 വരെയും വരും ഒരാൾ കയറിപ്പോ. അപ്പൊ പിന്നെ എന്തായാലും ബാക്കി സമയം ഒരു 9:30 വരെ ആയാൽ പ്രോബ്ലം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അതാണ് അങ്ങനെ. കാരണം ഓൾറെഡി 8 to 9 വരെയുള്ള സ്ലോട്ട് നിങ്ങൾ ഗൂഗിൾ ഫോമിൽ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അതില് പിന്നെ 9 കഴിഞ്ഞ് ഇരിക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആ സമയത്തേക്ക് ആക്കാം. അങ്ങനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യണമായിരുന്നു. ഏതോ ഒരു വാവ ഗുഡ് ഈവനിങ് പറഞ്ഞു. ഓക്കെ, ഗുഡ് ഈവനിങ് ആൻഡ് ബൈ. പിന്നെ വൃന്ദ ആണ് ചോദിച്ചത് അശ്വതി മിസ്സിന്റെ ക്ലാസ് ഇനി എപ്പോഴായിരിക്കും? PGയുടെ ക്ലാസ് ആണോ? PGയുടെ ക്ലാസ് ഇനി നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് പകലായിരിക്കും. 2:30 ആയിരിക്കും ടൈം. 2:30 to 3:30 ആ സമയത്ത് അശ്വതി മിസ് ജോയിൻ ചെയ്യും. ഓക്കെ ഓക്കെ, ഒന്നുമില്ലല്ലോ. പലരും ഇതിന്റെ വിക്ടിംസ് ആണോ? ഗ്രാൻഡ് പാരന്റ്സ്? ഓക്കെ then bye.